മാസ്റ്റർ കീ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻവെൻട്രി കൺട്രോൾ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡ്രഗ് സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിൽ വരുന്ന ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമുക്ക് സിലബസിൽ 3 ഇൻവെൻട്രി മാനേജ്മെൻ്റ് ആണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ABC അനാലിസിസ്, VED അനാലിസിസ് ആൻഡ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അപ്പോൾ നമുക്ക് ആദ്യമേ ഒന്ന് ഇൻട്രൊഡക്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ആദ്യം എന്താണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്? An inventory can be described as the sum of the value of ഏതിൻ്റെയൊക്കെ സാധനങ്ങളുടെ വാല്യൂ ആണ് സമ്മാണ് നമ്മൾ ഇൻവെൻട്രി ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. റോ മെറ്റീരിയൽസ് ഉണ്ട്, ഫ്യൂവൽസ്, ലൂബ്രിക്കൻസ്, സ്പെയർ പാർട്സ്, മെയിൻ്റനൻസ് കൺസ്യൂമബിൾസ്, സെമി പ്രോസസ്ഡ് മെറ്റീരിയൽസ്, ഫിനിഷ്ഡ് ഗുഡ് സ്റ്റോക്സ് ഓഫ് എ ബിസിനസ് ഫേം അറ്റ് എ ഗിവൺ പോയിന്റ് ഓഫ് എ ടൈം. ഇതെല്ലാം ചേരുന്നതാണ്, ഇതിൻ്റെ എല്ലാം വാല്യൂവിൻ്റെ സമ്മാണ് നമ്മൾ ഇൻവെൻട്രി ആയിട്ട് കണക്കാക്കുന്നത്. എന്താണ് ഒബ്ജക്റ്റീവ് ഓഫ് ഇൻവെൻട്രി കൺട്രോൾ? എന്താണ് ഇൻവെൻട്രി കൺട്രോളിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് നോക്കാം. 1, മാക്സിമം കസ്റ്റമർ സർവീസ്. അതാണ് ഏറ്റവും പ്രധാനം. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് മാക്സിമം ആയിരിക്കണം. 2, മിനിമം ഇൻവെൻട്രി ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഇൻവെൻട്രിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ എമൗണ്ട് എന്തായിരിക്കണം? കുറവായിരിക്കണം. എന്നാൽ അതേസമയം മാക്സിമം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എന്ത് ചെയ്യണം? ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കണം. ലോ കോസ്റ്റ് പ്ലാന്റ് ഓപ്പറേഷൻ. അതായത് ഈ ഇൻവെൻട്രിക്ക് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന പൈസ എന്ന് പറയുന്നത് മിനിമം അല്ലെങ്കിൽ ലോ ആയിരിക്കണം. ലോ കോസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ലോ കോസ്റ്റ് പ്ലാന്റ് ഓപ്പറേഷൻ ആയിരിക്കണം. അടുത്തത്, ടു കീപ് ദ ഇൻവെൻട്രീസ് ആസ് ലോ ആസ് പോസിബിൾ കൺസിസ്റ്റൻറ്റ് വിത്ത് ദി മാർക്കറ്റ് കണ്ടീഷൻ. എങ്ങനെയാണോ ഇപ്പോഴത്തെ മാർക്കറ്റ് ട്രെൻഡ് അനുസരിച്ചിട്ട്, നിങ്ങൾ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് വേണം നമ്മുടെ ഇൻവെൻട്രി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒട്ടും മാർക്കറ്റ് ഇല്ലാത്തൊരു വസ്തുവിനെ നമ്മൾ കൂടുതൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. അപ്പം മാർക്കറ്റ് ട്രെൻഡിനനുസരിച്ച് വേണം നമ്മുടെ ഇൻവെൻട്രി എന്ത് ചെയ്യാനായിട്ട്? മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ടു ഫോർകാസ്റ്റ് ദ മാർക്കറ്റ് ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് സപ്ലൈ ആസ് റിഗാർഡ് എന്ന് പറഞ്ഞ്, അതായത് ചിലപ്പം ട്രെൻഡ് മാറി വരാം. ഒട്ടും നമുക്കിപ്പോൾ ഡിമാൻഡ് ഇല്ലാത്ത സാധനം നമ്മളിപ്പോൾ ഒരുപാട് സപ്ലൈ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അത് ഇൻവെൻട്രി നമ്മൾ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ട് കാര്യമില്ല. എന്നാൽ നമുക്കൊരു എന്താണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് കറക്റ്റ് ആയിട്ടുള്ളൊരു അറിവ് നമുക്കുണ്ടാകണം. അതിനനുസരിച്ചിട്ട് വേണം ഇൻവെൻട്രിയിൽ ചേഞ്ചസ് വരുത്താനായിട്ട്. എന്തിനാണോ കൂടുതൽ, ഇപ്പോൾ എന്താണ് ഫാസ്റ്റ് മൂവിങ് ഐറ്റം അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ സ്ലോ മൂവിങ് ഐറ്റംസ് എന്ന് കണക്കാക്കി വേണം ഇൻവെൻട്രി എന്ത് ചെയ്യാനായിട്ട്? മാനേജ് ചെയ്യാനായിട്ട്. ടു മെയിൻറ്റെയിൻ എ സഫിഷ്യൻറ്റ് സ്റ്റോക്ക് ഓഫ് ദ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ടു മീറ്റ് ദ റീസണബിൾ എക്സ്പെക്ടേഷൻ ഓഫ് എ കസ്റ്റമർ ഫോർ ദ പ്രോംപ്റ്റ് ഡെലിവറി ഓഫ് ഗുഡ്സ്. എപ്പോഴും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ ഒബ്ജക്റ്റീവായിട്ട് മെയിൻ പറഞ്ഞത്. അപ്പോൾ കസ്റ്റമറിന് കൃത്യസമയത്ത് ഇത് എന്ത് ചെയ്യണം? ഈ സാധനം കിട്ടണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും എന്ത് ചെയ്യണം? ഒരു സഫിഷ്യൻറ്റ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാൽ മാത്രമേ കസ്റ്റമർക്ക് അത് കറക്റ്റ് സമയത്ത് പ്രോംപ്റ്റ് ഡെലിവറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? എൻഷുർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരുന്നു? മാക്സിമം കസ്റ്റമർ സർവീസ്, മിനിമം ഇൻവെൻട്രി ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ലോ കോസ്റ്റ് പ്ലാന്റ് ഓപ്പറേഷൻ. ആൻഡ് ഫങ്ഷൻസ് എന്തൊക്കെയായിരുന്നു? ടു കീപ് ദ ഇൻവെൻട്രി ആസ് ലോ ആസ് പോസിബിൾ with the market condition and also to forecast the market. എന്താണ് ഇനി ഉണ്ടായേക്കാവുന്ന അല്ലെങ്കിൽ ഇനി മാറി ആവും. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നമ്മൾ ഇൻവെൻട്രി ഫുള്ളായിട്ട് എന്ത് ചെയ്യരുത്? വിലയിരുത്തരുത്. എന്താണ് ഇപ്പം എന്താണ് മാർക്കറ്റിലുള്ള കറണ്ട് ട്രെൻഡും അറിയണം. ഇനി എന്താണ് വരാൻ പോകുന്ന മാറ്റത്തിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് ഇൻവെൻട്രി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കറക്റ്റ് ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ സഫിഷ്യൻറ്റ് സ്റ്റോക്ക് എപ്പോഴും ഫിനിഷ്ഡ് പ്രൊഡക്റ്റിൻ്റെ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാൽ മാത്രമേ പ്രോംപ്റ്റ് ഡെലിവറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? എൻഷുർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. To maintain a proper record so as to supply the accurate and regular material reports to the management. ഇനി റെക്കോർഡ് കീപ്പിങ്ങും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് ഇൻവെൻട്രിയിൽ. അതായത് ഇന്ന സാധനങ്ങൾ എത്രയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, അതിൽ എത്ര നമ്മൾ ഡെലിവറി ചെയ്തു, ഇനി എത്ര മിച്ചമുണ്ട് എന്ന കാര്യങ്ങൾ എല്ലാം A to Z അടങ്ങിയുള്ള റെക്കോർഡ് മെയിൻ്റെനൻസും ഇൻവെൻട്രി ഫംഗ്ഷൻ്റെ ഭാഗമാണ്. ടു മിനിമൈസ് ദി ഔട്ട് ഓഫ് സ്റ്റോക്ക് ഡേഞ്ചർ. ഇങ്ങനൊരു കണ്ടീഷൻ എന്ത് ചെയ്യാൻ പാടില്ല? വരാൻ പാടില്ല. ഇൻവെൻട്രിയിൽ കറക്റ്റ് ആയിട്ടുള്ള ഇൻവെൻട്രി ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നതെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനിലോട്ട് പോകാതെ, അങ്ങനെ സംഭവിച്ചാൽ വിച്ച് റിസൾട്ട് ഇൻ ക്രാഷ് പർച്ചേസ് അറ്റ് അൺഎക്കണോമിക്കൽ റേറ്റ്. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിറ്റഴിയുന്നു പോകുന്നൊരു സാധനം നമ്മുടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് എന്ത് ചെയ്യേണ്ടി വരും? അത് പറയുന്ന കാശിന് അല്ലെങ്കിൽ അൺറീസണബിൾ അല്ലെങ്കിൽ അൺഎക്കണോമിക്കൽ റേറ്റിൽ നമുക്കത് ക്രാഷ് പർച്ചേസ് ചെയ്യേണ്ടി വരും. അത് നമുക്ക് ഒരുപാട് എന്തുണ്ടാക്കും? നഷ്ടം ഉണ്ടാക്കും. മനസ്സിലായോ? കറക്റ്റ്
ട്രെൻഡിനനുസരിച്ച് എന്താണ് ഇപ്പോഴത്തെ ആ ഒരു കറണ്ട് മാർക്കറ്റ് ട്രെൻഡിനനുസരിച്ചിട്ടുള്ള സാധനം എപ്പോഴും, അതാണ് നമ്മൾ മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞത്, എപ്പോഴും നമ്മുടെ കയ്യിൽ സഫിഷ്യൻറ്റ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ആ പ്രോംപ്റ്റ് ഡെലിവറി ഉറപ്പാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അതിന് കാരണം എന്താണ്? അങ്ങനെ ചെയ്തില്ലെങ്കിൽ, കറക്റ്റ് ആയിട്ടുള്ള ഒരു സമയത്ത് നമുക്കത് ഡെലിവറി ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ, നമ്മുടെ കയ്യിൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലോട്ട് പോകും. അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് ആ വസ്തു ക്രാഷ് പർച്ചേസ് ചെയ്യേണ്ടി വരും. ചെയ്യുന്നത് മാത്രമല്ല, ചെയ്യുന്നത് വളരെ അൺഎക്കണോമിക്കൽ റേറ്റിലായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് ഇൻവെന്ററി കൺട്രോളിൽ വരുന്നത്. ഇനി എങ്ങനെയൊക്കെ നമുക്ക് ഇൻവെന്ററി കൺട്രോളിനെ നിലനിർത്തി നിൽക്കുക? ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ, അതായത് ഡിജിറ്റൽ നമ്മുടെ ആ ഒരു കറണ്ട് ട്രെൻഡിനനുസരിച്ചിട്ട് പ്രോംപ്റ്റ് ഡെലിവറി നടത്തണമെങ്കിൽ, ക്രാഷ് പർച്ചേസിലോട്ട് പോകാതിരിക്കാനായിട്ടൊക്കെ നമുക്ക് എങ്ങനെ ഇൻവെന്ററി മെയിൻ്റനൻസ് എങ്ങനെ എഫക്റ്റീവായിട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് മെത്തേഡ്സ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് മെത്തേഡ്സ്? ദ ഫോളോയിങ് ആർ ദ ഡിഫറെൻറ്റ് ടെക്നിക്സ് കോമൺലി യൂസ് ടു കൺട്രോൾ ദി ഇൻവെന്ററി. 1 ABC അനാലിസിസ്, 2 എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, 3 പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം, 4 റിവ്യൂ ഓഫ് സ്ലോ ആൻഡ് നോൺ മൂവിങ് ഐറ്റംസ്, അടുത്തത് ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ അനാലിസിസ്, സെറ്റിംഗ് ഓഫ് വേരിയസ് ലെവൽസ്, യൂസ് ഓഫ് മെറ്റീരിയൽ ബഡ്ജറ്റിംഗ്, എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് എഫക്റ്റീവ് പർച്ചേസ് പ്രൊസീജിയേഴ്സ്. ഇതിൽ നമ്മുടെ സിലബസിൽ സെറ്റിംഗ് ഓഫ് വേരിയസ് ലെവൽസും എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയും ABC അനാലിസിസും VED അനാലിസിസുമാണ് നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ABC അനാലിസിസ്. ഇപ്പം കറണ്ട് ആയിട്ട് പ്രീവിയസ് നടന്ന പല ക്വസ്റ്റ്യൻ പേപ്പറിലും ABC അനാലിസിസ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം എന്താണ് ABC അനാലിസിസ് നമുക്ക് നോക്കാം. In this technique, the materials are divided into 3 groups. അങ്ങനെയാണ് പേര് വന്നിരിക്കുന്നത്. A എന്നും B എന്നും C എന്നും നമുക്ക് 3 ആയിട്ട് എന്ത് ചെയ്യാം? മെറ്റീരിയൽസിനെ കാറ്റഗറൈസ് ചെയ്യാം. എന്തിന്റെ ബേസിലാണ്? ഓൺ ദി കോസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽസ് ആൻഡ് ദ മണി വാല്യൂ ഓഫ് ദി കൺസപ്ഷൻ. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ABC അനാലിസിസ് എന്തിന്റെ ബേസിലാണ് നടത്തിയിരിക്കുന്നത്? ഇൻവെന്ററി കോസ്റ്റിന്റെ ബേസിലാണ്, അല്ലെങ്കിൽ ടോട്ടൽ കൺസപ്ഷൻ വാല്യൂ അല്ലെങ്കിൽ ബഡ്ജറ്റിന്റെ ബേസിലാണ് A എന്നും B എന്നും C എന്നും ഐറ്റംസിനെ എന്ത് ചെയ്തിരിക്കുന്നത്? കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ഒന്നാമത്തത് A ഐറ്റംസ് എന്താണെന്ന് പറയാം. In the whole of the inventory, there are a few costly items which come under this group. അതായത് ഈ ഒരു A കാറ്റഗറിയിൽ കുറച്ച് കോസ്റ്റ്ലി ഐറ്റംസ് നമുക്ക് വരുന്നുണ്ട്. അത് എത്രയെന്ന് പറയുന്നുണ്ട്. These items may not be more than 10% of the total item. മൊത്തം ഐറ്റത്തിന്റെ 10% പോലും ഇല്ല, പക്ഷേ 17% ഓഫ് ദി ടോട്ടൽ ബഡ്ജറ്റ് ഓഫ് ദി ഇൻവെന്ററി. ഇൻവെന്ററിയുടെ ബഡ്ജറ്റ് എടുക്കുകയാണെങ്കിൽ 70% ഈ ഒരു A ഐറ്റം ആയിരിക്കും. 70% ആയിരിക്കും അതിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ടോട്ടൽ ഐറ്റം എത്ര ഉണ്ടാവത്തുള്ളൂ? 10% ഉണ്ടാവത്തുള്ളൂ. ഇതിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ബഡ്ജറ്റ് 17%ഉം ടോട്ടൽ ഐറ്റം 10% ഉള്ളത് ഏത്? A ആണോ B ആണോ C ആണോ എന്നുള്ളത്. ഏതാണ്? A ഐറ്റം ആണ്. ഇനി ഈ ഐറ്റത്തിന് നമ്മൾ കൊടുക്കേണ്ട പരിഗണന എങ്ങനെയാണ്? ഇറ്റ് റിക്വയർസ് എ പ്രോപ്പർ സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ്. കാരണം വില കൂടിയ മരുന്നുകളാണ് ഉള്ളത്, അല്ലെ? 10% ഉള്ളൂ, പക്ഷെ ബഡ്ജറ്റിന്റെ 70% ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഉൾക്കൊള്ളുന്നത് കൊണ്ട് ഇത്തരം ഐറ്റങ്ങളെ വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞിരിക്കുന്ന കൃത്യമായിട്ടുള്ള, അല്ലെങ്കിലും മരുന്നുകൾക്കെല്ലാം കൃത്യ സ്റ്റോറേജ് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷെ A ഐറ്റംസിന് നമുക്ക് പ്രോപ്പർ സ്റ്റോറേജ് ഫെസിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. കാരണം അത്രയും വില കൂടിയ മരുന്നായതുകൊണ്ട് അതിൽ എന്തെങ്കിലും ഒരു സ്റ്റോറേജിന്റെ സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി അത് മൊത്തം നശിച്ചു പോയാൽ നമുക്ക് അത്രയും നഷ്ടം വരും, അല്ലേ? അപ്പൊ പ്രോപ്പർ സ്റ്റോറേജും കൊടുക്കണം, ഹാൻഡിലിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? ഇനി അടുത്തത് മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഓവർ സ്റ്റോക്കിംഗ് ഈസ് അവോയ്ഡ്. കാരണം ഇത് വില കൂടിയ മരുന്നാണ്, ഇതിന്റെ ഓവർ സ്റ്റോക്ക് എടുത്തു വെച്ചാലും പ്രശ്നമാണ്. സ്റ്റോക്ക് എപ്പോഴും മിനിമത്തിൽ മതി, ഓവർ സ്റ്റോക്കിംഗ് വേണ്ട. പിന്നെ ഓൺലി നെസറി ക്വാണ്ടിറ്റീസ് ഓഫ് ദീസ് ഇൻവെന്ററീസ് ആർ പർച്ചേസ്ഡ്. കാരണം എപ്പോഴും ഇത് പോകുന്ന ഐറ്റം അല്ല, അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓവർ ക്വാണ്ടിറ്റി എടുത്ത് വെച്ചിട്ടും കാര്യമില്ല. എപ്പോഴും നെസറി ക്വാണ്ടിറ്റി, ആവശ്യമുള്ള അത്രയും ക്വാണ്ടിറ്റി മാത്രം എടുത്തു വെച്ചാൽ മതി. സോ ആസ് ടു മിനിമൈസ് ദ ഇൻവെസ്റ്റ്മെന്റ് ഓൺ ദീസ് ഐറ്റംസ്. കാരണം ബഡ്ജറ്റിന്റെ 70% ഈ ഒരു മരുന്നെന്ന് പറയുന്നത്. അത്രയും വില കൂടുതലുണ്ട്. അപ്പൊ അത്രയും ഐറ്റംസ് കൂടുതൽ എടുത്ത് വെച്ചാൽ അത് നമുക്ക് പ്രശ്നമാകും. അല്ലെങ്കിൽ നമുക്ക് മറ്റ് സാധനങ്ങളിൽ നമുക്ക് ചിലവക്കാൻ കാശ് ഉണ്ടാവത്തില്ല. കാരണം 70%-ഓളം ബഡ്ജറ്റിന്റെ വരുന്നത് കൊണ്ട് ഇത് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി മാത്രം എടുത്തു വെച്ചാൽ മതി, ഓവർ ക്വാണ്ടിറ്റിയിലോട്ട് പോകണ്ട. അതാണ് ഇതിന്റെ ഒരു കാര്യം. പക്ഷെ സ്റ്റോറേജിങ്ങും ഹാൻഡ്ലിംഗും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അളവ് എപ്പോഴും എന്ത് ചെയ്ത് വെച്ചാൽ മതി? ഒരു മിനിമത്തിൽ നിർത്തിയാൽ മതി, കൂടുതലാകരുതെന്ന് അർത്ഥം. ഓവർ സ്റ്റോക്കിംഗ് വേണ്ട.
ഇനി ഇപ്പൊ ബി ഐറ്റംസിലോട്ട് പോകും. അപ്പം എ ഐറ്റം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 10% ആണ് എന്തെന്ന് പറയുന്നത് ടോട്ടൽ ഇൻവെന്ററിയുടെ, 17% ബഡ്ജറ്റിന്റെ. ഇനി ബി ഐറ്റം എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടിന് നോ കോസ്റ്റ്ലി അല്ല എന്നാൽ തീരെ ചീപ്പും അല്ല, ആ ഒരു കാറ്റഗറി വരുന്നതാണ് ബി ഐറ്റംസ്. ദ ഐറ്റംസ് കമ്മിങ് അണ്ടർ ദിസ് ഗ്രൂപ്പ് ആർ നെയ്തർ കോസ്റ്റ്ലി നോർ ചീപ്പ്. ഭയങ്കര കോസ്റ്റ്ലി ഐറ്റംസും അല്ല എന്നാൽ തീരെ ചീപ്പായിട്ടുള്ള ഡ്രഗ്സും അല്ല. പിന്നെയോ ദീസ് ഐറ്റംസ് കോൺസ്റ്റിറ്റ്യൂട്ട് 20% ഓഫ് ദി ടോട്ടൽ ക്വാണ്ടിറ്റി. മൊത്തം ക്വാണ്ടിറ്റിയുടെ 20%, അതേപോലെ തന്നെ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ ടോട്ടൽ ബഡ്ജറ്റിന്റെ 20% തുല്യമാണ്. ക്വാണ്ടിറ്റിയും 20%, അതേപോലെ തന്നെ ബഡ്ജറ്റിന്റെയും 20% കാറ്റഗറൈസ് ചെയ്യുന്നതാണ് എന്ത് ബി എന്ന് പറയുന്നത്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ഇൻവെന്ററി സ്പെൻഡ് ഓൺ ദീസ് ഐറ്റംസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് സി ഐറ്റംസ്. നേരെ തിരിച്ച് എ ഐറ്റം എങ്ങനെയാണോ പറയുന്നത് നേരെ ഓപ്പോസിറ്റ്. ദീസ് ഐറ്റംസ് ആർ കമ്പാരിറ്റീവ്ലി ചീപ്പർ ഇൻ കോസ്റ്റ് ആൻഡ് റെപ്രസെന്റ്സ് 17% ഓഫ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ദ ഇൻവെന്ററി ആൻഡ് 10% ഓഫ് ദി ടോട്ടൽ. എയും സിയും കൂടെ മാറിപ്പോരുത്. എ ഐറ്റം എന്ന് പറയുമ്പം 17% ഓഫ് ദി ബഡ്ജറ്റും 10% ഓഫ് ദി ഇൻവെന്ററി ആണ്. അതേസമയം സി ഐറ്റംസ് എന്ന് പറയുമ്പം 17% ഓഫ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ദി ഇൻവെന്ററി ആൻഡ് 10% ഓഫ് ദി ടോട്ടൽ എക്സ്പെൻഡിച്ചർ. എയും സിയും കൂടെ മാറിപ്പോവാതിരുന്നാൽ മതി, ബാക്കിയെല്ലാം ക്ലിയർ ആണ്. ബി ഐറ്റം എന്ന് പറയുമ്പോൾ 20% ഇൻവെന്ററിയും 20% ബഡ്ജറ്റുമാണ്. നെയ്തർ കോസ്റ്റ്ലി ഓർ നെയ്തർ ചീപ്പാണ്. ഇതാണ് സി ഐറ്റംസ്. നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്നും ഇതിൻ്റെ ഒരു ഐഡിയ കറക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ടേബിൾ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ, കുറച്ചും കൂടെ വായിക്കാനും എളുപ്പമായിരിക്കും, പഠിക്കാനും എളുപ്പമായിരിക്കും. എ ഐറ്റം it covers 10% of the total inventory. B item it covers 20%. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം നമുക്കൊന്ന് അടയാളപ്പെടുത്തി പോകാം. 20% ഇതാവുമ്പോഴത്തേക്കോ 17%. മൊത്ത ഇൻവെന്ററിയുടെ 10% മാത്രം, മൊത്ത ഇൻവെന്ററിയുടെ 20%, മൊത്ത ഇൻവെന്ററിയുടെ 70%. അടുത്തത് ബഡ്ജറ്റ് നോക്കുവാണെങ്കിൽ ബഡ്ജറ്റിന്റെ 70%, 20%, 10%. കൺസ്യൂംസ് അബൌട്ട് 70% ഓഫ് ടോട്ടൽ ബഡ്ജറ്റ്, consumes 20% of the total budget, consumes 10% of the total expenditure. അടുത്തത് എങ്ങനെയാണ് ഇതിന്റെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ഇറ്റ് റിക്വയർസ് നോ സേഫ്റ്റി സ്റ്റോക്ക് ഓർ ലോ സേഫ്റ്റി സ്റ്റോക്ക്. എപ്പോഴും നമുക്ക് മിനിമം ക്വാണ്ടിറ്റിയിൽ വാങ്ങിച്ചു വെച്ചാൽ മതിയാകും. ആൻഡ് ഇറ്റ് റിക്വയർസ് എ ലോ സേഫ്റ്റി സ്റ്റോക്ക്. ആൻഡ് സി ഐറ്റം ഇറ്റ് റിക്വയർസ് എ ഹൈ സേഫ്റ്റി സ്റ്റോക്ക്. കാരണം ചീപ്പാണ് ഐറ്റംസ്, വില കുറവാണ്, 70%-ഓളം വരുന്നുണ്ട് ടോട്ടൽ ഇൻവെന്ററിയുടെ. അപ്പൊ അതിന്റെ എപ്പോഴും ഹൈ സേഫ്റ്റി സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. എ ഐറ്റത്തിനകത്ത് ഭയങ്കര കോസ്റ്റ്ലി മരുന്നുകളാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു സ്ട്രിക്റ്റ് കൺട്രോള് ആവശ്യമുണ്ട്. പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റോറേജ് ഫെസിലിറ്റി ആവശ്യമുണ്ട്, ഹാൻഡിലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, സ്ട്രിക്റ്റ് കൺട്രോളും ആവശ്യമുണ്ട്. ബി ഐറ്റത്തിന് മോഡറേറ്റ് കൺട്രോൾ മതിയാകും. അതേസമയം സി ഐറ്റംസിലാണെങ്കിൽ വളരെ ചീപ്പായിട്ടുള്ള ഡ്രഗ്സ് ആണുള്ളത്, അതുകൊണ്ട് ലൂസ് കൺട്രോൾ മതി. ഇനി എപ്പോഴും ഈ ഒരു ഡ്രഗ്സിന് മാക്സിമം ഫോളോ അപ്പ് ആവശ്യമുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇനി ഇൻ കേസ് ഞാൻ പറഞ്ഞല്ലോ, കാരണം സ്റ്റോറേജ് ഫെസിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഹാൻഡ്ലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ എപ്പോഴും ഒരു ഫോളോ അപ്പ് അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ബി ഐറ്റംസിനാണെങ്കിൽ പീരിയോഡിക് ഫോളോ അപ്പ് മതി. ആൻഡ് സി ഐറ്റംസ് ക്ലോസ് ഫോളോ അപ്പ്. ഓക്കെ, ഇനി അടുത്തത് എ ഐറ്റംസ് ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഇറ്റ് മസ്റ്റ് ബി ഹാൻഡിൽഡ് ബൈ എ സീനിയർ ഓഫീസർ ആയിരിക്കണം. അതായത് മരുന്നുകളെ കുറിച്ച് കൃത്യമായിട്ട് അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അതിന്റെ സ്റ്റോറേജ് കണ്ടീഷനൊക്കെ വ്യക്തമായിട്ട് ധാരണയുള്ള ഒരാൾ വേണം അത് ഹാൻഡിൽ ചെയ്യാൻ. ബി ഐറ്റംസ് ആണെങ്കിൽ ഹാൻഡിൽഡ് ബൈ മിഡിൽ മാനേജ്മെന്റ് ആണ്. ആൻഡ് സി ഐറ്റംസ് എന്ന് പറയുന്നത് എനി ഓഫീഷ്യൽസിന് വേണ്ടി എന്ത് ചെയ്യാം, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇതാണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എ, ബി, സി ആൻഡ് ഇ ഐറ്റംസ്. ഒന്നും കൂടെ പറയാം, ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസ് അവയുടെ ഇൻവെന്ററിയിലും അവയുടെ ബഡ്ജറ്റിലും ഉണ്ടാകുന്ന വ്യത്യാസമാണ്. എ ഐറ്റം ആവുമ്പോൾ 10% ഓഫ് ദി ഇൻവെന്ററി, ബി ഐറ്റം ആവുമ്പം 20%, സി ഐറ്റം ആവുമ്പം 70%. ഇനി ബഡ്ജറ്റിന്റെ 70% ആണെങ്കിൽ എ, 20% ആണെങ്കിൽ ബി, 10% ആണെങ്കിൽ സി. ഇതൊന്ന് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരുന്നാൽ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം, അഡ്വാൻറ്റേജ് ഓഫ് എ ബി സി അനാലിസിസ്. ഇങ്ങനെ ബഡ്ജറ്റിന്റെ അല്ലെങ്കിൽ ഇൻവെന്ററിയുടെ ബേസിൽ നമ്മൾ എ ബി സി അനാലിസിസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്ത് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, the main advantage of ABC analysis are investment in inventory can be regulated. അല്ലേ, ഇൻവെന്ററിയിൽ നമ്മൾ മുടക്കുന്ന പൈസയിൽ നമുക്കൊരു റെഗുലേറ്റ് ചെയ്യാൻ പറ്റും, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആൻഡ് ഫണ്ട് ക്യാൻ ബി യൂട്ടിലൈസ് ഇൻ ദ ബെസ്റ്റ് പോസിബിൾ മാനർ. കാരണം
ഉള്ള പൈസ അല്ലെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന പൈസ മൊത്തം ഫുള്ളി ഇൻവെന്ററി അല്ലെങ്കിൽ ആ മരുന്ന് പർച്ചേസ് ചെയ്യാൻ ചെലവാക്കുന്നതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് ആ മണി മാനേജ്മെന്റ് അല്ലെങ്കിൽ ബെറ്റർ യൂട്ടിലൈസേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും മണീനെ. അത് ഈ ABC അനാലിസിസ് കൃത്യമായിട്ട് അറിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ഇരിക്കുന്ന പൈസ കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടടുത്ത് കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. 2, there is a closer and strict control on those items which represents a major portion of the total stock value. ഐറ്റംസിന് മാക്സിമം എന്ത് വേണം എന്നാ പറയുന്നത്, സ്ട്രിക്ട് കൺട്രോൾ വേണം എന്നാ പറയുന്നത്. എന്താണ്, അതിലിരിക്കുന്ന വില കൂടിയ മരുന്ന് അത് കൃത്യമായിട്ട് സമയത്ത് തന്നെ വിറ്റ് പോകണം, അല്ലെങ്കിൽ അത്രത്തോളം ക്വാണ്ടിറ്റി മാത്രം എടുത്ത് വെച്ചാൽ മതിയാകും. എപ്പോഴും പോകുന്ന ഐറ്റംസ് ആയിരിക്കത്തില്ല. അപ്പൊ അതിനെപ്പോഴും ഒരു ക്ലോസർ ആൻഡ് സ്ട്രിക്ട് കൺട്രോൾ ഉള്ളത് കൊണ്ട് തന്നെ കാരണം ടോട്ടൽ സ്റ്റോക്ക് വാല്യൂന്റെ ഒരു മൊത്ത ബഡ്ജറ്റിന്റെ 70% അത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതിനൊരു കൃത്യമായിട്ടുള്ള മോണിറ്ററിങ്ങും കൺട്രോളും ഉണ്ടാകുന്ന എപ്പോഴും നല്ലതാണ്. അത് ABC അനാലിസിസിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അടുത്തത്, it helps in maintaining enough safety stock of the categories of items. C categories of item. കാരണം C ആണ് ഏറ്റവും കൂടുതൽ എടുത്ത് വെച്ചിരിക്കുന്നത് അല്ലെ. ബഡ്ജറ്റിൽ കുറവാണെങ്കിലും നമ്മൾ ഇൻവെന്ററിയുടെ 70% ആ മരുന്നാളാണ്, അത് വിറ്റ് പോകണം. അപ്പൊ അത് നമുക്ക് ഇനഫ് സേഫ്റ്റി സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു. സയന്റിഫിക് ആൻഡ് സെലക്റ്റീവ് കൺട്രോൾ ഹെൽപ്സ് ഇൻ ദ മെയിൻ്റനൻസ് ഓഫ് ഹൈ സ്റ്റോക്ക് ടേൺ ഓവർ റേറ്റ്. ഇതൊരു സയന്റിഫിക് ആൻഡ് സെലക്റ്റീവ് മെത്തേഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ടേൺ ഓവറും എഫിഷ്യൻ്റ് ആയിരിക്കും. അടുത്തത്, ഇറ്റ് റെഡ്യൂസസ് ദി ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ്. അടുത്തതിലോട്ട് പോകാം, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അപ്പൊ സ്ഥിരമായിട്ട് ABC അനാലിസിസ് എന്നാണ് പലരും, ഒന്നെങ്കിൽ A എന്ന് ചോദിക്കാൻ ക്വസ്റ്റ്യൻ, B അല്ലെങ്കിൽ C. അപ്പൊ എങ്ങനെ ചോദിച്ചാലും നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ട് ഇപ്പം അല്ലെ. A എന്താണ്, B ഐറ്റം എന്താണ്, C ഐറ്റം എന്താണ്, ആരാണത് ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിന്റെ ഫോളോ അപ്പ് വേണ്ടത്, എങ്ങനെയാണ് അതിന്റെ സ്റ്റോറേജ് കണ്ടീഷൻ, ഏതിനാണ് കൂടുതൽ സേഫ്റ്റി സ്റ്റോക്ക് എടുത്തു വെക്കേണ്ടത്, ഏതിനാണ് ഏറ്റവും കുറവ് വേണ്ടത്. അപ്പൊ എങ്ങനെ ചോദിച്ചാലും ജസ്റ്റ് ഇപ്പൊ കുറെ നാളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ബഡ്ജറ്റിൽ നിന്ന് ഇൻവെന്ററി എന്നാണെങ്കിൽ ഇനി ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ടേബിളിൽ A ഐറ്റത്തിലും B ഐറ്റത്തിലും C ഐറ്റത്തിലും വരുന്നതിന്റെ ബഡ്ജറ്റിലും ഇൻവെന്ററിലും ഉണ്ടാകുന്ന ഡിഫറൻസ് അല്ലാതെ മറ്റ് ഡിഫറൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റണം. ഇനി അടുത്തത് നമുക്ക് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഡിസ്കസ് ചെയ്യാം. ഇതിൽ വരുന്ന 2 പ്രധാനപ്പെട്ട ടേം ആണ് ഓർഡറിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും. കഴിഞ്ഞ എക്സാമിന് നമുക്ക് ഇതിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയിൽ നിന്നും എന്താണ് ക്യാരിയിങ് കോസ്റ്റ്, എന്താണ് ഓർഡറിംഗ് കോസ്റ്റ് എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് അത് തന്നെ നോക്കാം. എന്താണ് ഓർഡറിംഗ് കോസ്റ്റ്? കൺസിസ്റ്റ് ഓഫ് ദി കോസ്റ്റ് ഓഫ് ദ പേപ്പർ വർക്ക് ഇൻവോൾവ് ഇൻ പ്ലേസിംഗ് ആൻഡ് ഓർഡർ. നമുക്കൊരു മരുന്ന് നമുക്ക് എടുക്കണം, സപ്ലയറിനോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറിനോ അല്ലെങ്കിൽ മാനുഫാക്ചറിനോ ആരിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഈ മരുന്ന് എടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, അങ്ങനെ ഓർഡർ ചെയ്യാൻ നേരത്ത് ഒരു മരുന്ന് കിട്ടാൻ നമ്മളൊരു ഓർഡർ കൊടുക്കണമല്ലോ, അതിന് നമുക്ക് ചിലവാകുന്ന എമൗണ്ട്, അതാണ് ഈ ഓർഡറിംഗ് കോസ്റ്റിൽ വരുന്നത്. അത് എന്തൊക്കെ വരും? ലൈക്ക് ദ യൂസ് ഓഫ് പേപ്പർ, ടൈപ്പിംഗ്, പോസ്റ്റിംഗ് ആൻഡ് ഫയലിംഗ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചെലവുകൾ എന്ന് പറയുന്നത്. ഇറ്റ് ആൾസോ ഇൻക്ലൂഡ്സ് ദ കോസ്റ്റ് ഓഫ് ദ സാലറി ഓഫ് ദ സ്റ്റാഫ് ഇൻവോൾവ് ഇൻ ദിസ് വർക്ക്. അതായത് ഈ ഓർഡർ കൊടുക്കാനായിട്ട് നമുക്ക് എന്തായാലും ഒരു എംപ്ലോയിയെ വെക്കണമല്ലോ, അയാളുടെ വേജ് വരും അല്ലെ. ടൈപ്പ് ചെയ്താണ് അല്ലെങ്കിൽ അതിന് പേപ്പർ എടുക്കേണ്ടി വരും അല്ലെ. പേപ്പർ എടുത്ത് നമ്മൾ ടൈപ്പ് ചെയ്തായിരിക്കും അല്ലെങ്കിൽ നമ്മളിത് ഓർഡർ കൊടുക്കുന്നത്. അപ്പോൾ ആ ടൈപ്പിങ്, അത് പോസ്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ പോസ്റ്റ് ചെയ്യേണ്ടത്, ഇതിനെല്ലാം റെക്കോർഡ് കീപ്പ് ചെയ്ത് വെക്കേണ്ടതാണ് അത്. അപ്പം പ്രധാനമായിട്ട് വരുന്നത് ഈ പറഞ്ഞ ചെലവുകൾ കൂടാതെ സാലറി ഓഫ് ദ സ്റ്റാഫ് ഇൻവോൾവ് ഇൻ ദിസ് വർക്ക് ആൻഡ് കോസ്റ്റ് ഇൻസിഡന്റൽ ടു പ്ലേസിംഗ് ആൻഡ് ഓർഡർ ലൈക്ക് ഫോളോ അപ്പ്, റിസീവിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ. ഇത് ഫോളോ അപ്പ് ചെയ്യണം ഇല്ലേ. ഇപ്പൊ ഈ മരുന്ന് നമ്മൾ കൊടുത്തിട്ട് അങ്ങനെ ഇരുന്നാൽ പോരാ, അത് എപ്പം നമുക്ക് കിട്ടും, എന്നത്തേക്ക് കിട്ടും എന്നുള്ളതൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തണം. പീരിയോഡിക് ആയിട്ടുള്ള ഒരു ഫോളോ അപ്പ് ചെയ്യണം. അപ്പൊ അതിന്മേലുണ്ടാകുന്ന ചെലവ്, അത് നമുക്ക് റിസീവ് ചെയ്യാനായിട്ട് നമുക്ക് എടുക്കുന്ന ചെലവ് ആൻഡ് അതിന്റെ ഇൻസ്പെക്ഷൻ, ഇതെല്ലാം അതിൽ വരുന്നതാണ്. ആൻഡ് ഓർഡറിംഗ് കോസ്റ്റ് ഈസ് മോർ ഓർ ലെസ് ഫിക്സഡ്. അതായത് ഓർഡറിംഗ് കോസ്റ്റ് ഏറെക്കുറെ എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും, വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പോകില്ല. സ്ഥിരം ഒരു ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിൽ നമുക്ക് സാധനം എടുക്കുമ്പം സ്ഥിരമായിട്ട് ചെയ്യുന്ന ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അവർക്ക് ആദ്യമായി ആ ഒരു ഓർഡർ കീപ്പ് ചെയ്യണം, അത് പീരിയോഡിക് ആയിട്ട് നമ്മളത് ഫോളോ അപ്പ് ചെയ്യണം. അതിന് നമ്മൾ എന്തായാലും ഒരു എംപ്ലോയിയെ വെച്ചിട്ടുണ്ടാവും, ആ എംപ്ലോയിക്ക് ഉള്ള വേജസ് ഒക്കെ വരുന്നതാണ് ഓർഡറിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ക്യാരിയിങ് കോസ്റ്റ്. ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സാധനം നമ്മൾ വാങ്ങിച്ചൊരു സ്ഥലത്ത് കൊണ്ട് സൂക്ഷിച്ചു വെക്കുമല്ലോ, അതിന്റെ റെന്റ് ആൻഡ് കോസ്റ്റ് ഓഫ് ഇൻഷുറൻസ്, ടാക്സ്, അവിടെ ഒരു സ്റ്റോർ കീപ്പറെ വെച്ചിട്ടുണ്ടാവും, ആളുടെ സാലറി ആൻഡ് ലോസസ് ഇൻ സ്റ്റോർ. സ്റ്റോറിൽ ചിലപ്പം എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടം സംഭവിച്ചാൽ, സ്റ്റോർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടം സംഭവിച്ചാൽ, ലൈക്ക് പിൽഫറേജ്, വേസ്റ്റേജ്, ബ്രേക്കേജ് എക്സെട്ര, ഇതെല്ലാം എന്തിൽ വരും? ക്യാരിയിങ് കോസ്റ്റ് വരും. ഇത് വളരെ ക്ലിയർ ആയിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. ഓർഡറിംഗ് കോസ്റ്റ് വേറെ, ക്യാരിയിങ് കോസ്റ്റ് വേറെ. ഓർഡറിംഗ് കോസ്റ്റിനകത്ത് എന്തൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത്? നമ്മൾ ഒരു
മരുന്ന് അല്ലെങ്കിൽ എന്താണോ നമ്മുടെ ഐറ്റം അത് നമ്മൾ പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ഓർഡർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ചെലവുകൾ, അതിൽ ഇഷ്യൂ ഓഫ് പേപ്പർ വർക്ക് ഉണ്ടാവും, ടൈപ്പിംഗ് ഉണ്ടാവും, പോസ്റ്റിംഗ് ഉണ്ടാവും, ഫയലിംഗ് ഉണ്ടാകും, സാലറി ഓഫ് ദ സ്റ്റാഫ് ഇൻവോൾവ് ഇൻ ദിസ് വർക്ക് ഉണ്ടാവും, അത് ഓർഡർ ഫോളോ അപ്പ് ചെയ്യുന്നതിന്റെ ചെലവ്, റിസീവ് ചെയ്യുന്ന ചെലവ്, ഇൻസ്പെക്ട് ചെയ്യുന്ന ചെലവ്, അത് ഏറെക്കുറെ ഫിക്സ്ഡും ആയിരിക്കും. അതേസമയം ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമ്മൾ ഈ സാധനം സൂക്ഷിച്ചു വെക്കുന്ന ആ ഒരു വെയർ ഹൗസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോർ റൂം, അതിന്റെ റെന്റ്, പിന്നെന്താണ് കോസ്റ്റ് ഓഫ് ഇൻഷുറൻസും ടാക്സ് ഒക്കെ നമുക്ക് അടക്കേണ്ടി വരും, അതിന്റെ ചെലവ്, സാലറി ഓഫ് ദ സ്റ്റോർ കീപ്പർ, ആൻഡ് ഇതിന്റെ സമയത്ത് ഈ സ്റ്റോറിൽ എന്തെങ്കിലും തരത്തിലുള്ള പിൽഫറേജോ ബ്രേക്കേജോ എന്തെങ്കിലും വേസ്റ്റേജ് വന്നാൽ അതിലുണ്ടാകുന്ന നഷ്ടമൊക്കെ നമ്മൾ ക്യാരിയിങ് കോസ്റ്റിലാണ് കണക്കാക്കുന്നത്. മെത്തേഡ്സ് ഓഫ് ദ ഡിറ്റർമിനേഷൻ ഓഫ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, എങ്ങനെ നമുക്ക് EOQ കണക്ക് കൂട്ടാൻ പറ്റുന്നു, ഈ ഇൻവെന്ററി കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും എങ്ങനെ നമുക്ക് മിനിമൈസ് അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ എങ്ങനെ സാധിക്കുന്നു. 3 മെത്തേഡാണ് ഇതിന് വേണ്ടിയിട്ടുള്ളത്. ഒന്ന് ടാബുലാർ ഡിറ്റർമിനേഷൻ ഓഫ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, 2 ഗ്രാഫിക് റെപ്രസെന്റേഷൻ ഓഫ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, 3 ഡിറ്റർമിനേഷൻ ഓഫ് EOQ ബൈ ആൻ ആൽജിബ്രാക് ഫോർമുല. ഒരു ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം, ടാബുലർ കോളത്തിലൂടെ കണ്ടുപിടിക്കാം, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലൂടെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഒന്നാമത്തത് ടാബുലർ ഡിറ്റർമിനേഷൻ ആണ്. ഒരു ടാബുലർ അറേഞ്ച്മെന്റ് ആണ്. നമ്മൾ ഡേറ്റ പലതായിട്ട് ടാബുലർ കോളത്തിൽ എന്ത് ചെയ്ത് കൊടുക്കുവാണ്, എൻട്രി ചെയ്യാണ്. എന്തൊക്കെ ഉണ്ടാകും? Relating to the items of materials helps in the determination of an approximate EOQ. This arrangement may help the company to find out the number of orders that need to be placed weekly, quarterly, monthly or yearly. ഈ ഒരു ടാബുലർ ഡിറ്റർമിനേഷൻ വഴി കമ്പനിക്ക് അല്ലെങ്കിൽ ഫേമിന് എന്തുമായിക്കോട്ടെ ആ ഒരു സ്ഥാപനത്തിന് കൃത്യമായിട്ടുള്ള ഒരു എണ്ണം കിട്ടുന്നു. എന്തിനെ കുറിച്ച്? ദ നമ്പർ ഓഫ് ഓർഡേഴ്സ് ദാറ്റ് നീഡ് ടു ബി പ്ലേസ്ഡ്. അതായത് ആഴ്ചയിൽ അല്ലെങ്കിൽ മാസക്കണക്കിനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇയർലി ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ക്വാർട്ടർലി ആണെങ്കിൽ എങ്ങനെ, എത്ര എമൗണ്ട് മരുന്ന് അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഐറ്റം പർച്ചേസ് ചെയ്ത് വെക്കണം, അത്ര എമൗണ്ട് നമ്മൾ ഓർഡർ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു കൃത്യമായിട്ടുള്ള ഒരളവ് ടാബുലർ ഡിറ്റർമിനേഷനിലൂടെ കിട്ടുന്നുണ്ട്. ഇനി അതേസമയം ഗ്രാഫിക് റെപ്രസെന്റേഷൻ ആണെങ്കിലോ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ക്യാൻ ബി ആൾസോ ഡിറ്റർമിൻഡ് ബൈ ഗ്രാഫിക്കലി. ടാബുലർ ഡിറ്റർമിനേഷൻ കൂടാതെ ഗ്രാഫിക്കലിയും നോക്കാം. ഇഫ് എ ഗ്രാഫ് ഈസ് പ്ലോട്ടഡ് ബിറ്റ്വീൻ ഓർഡർ ക്വാണ്ടിറ്റി ആൻഡ് കോസ്റ്റ് ടു ഓർഡർ ആൻഡ് ക്യാരി, ദ ഐഡിയൽ ഓർഡർ സൈസ് ഈസ് ദി പോയിന്റ് വെയർ ദ സം ഓഫ് ബോത്ത് ദ കോസ്റ്റ് ഈസ് മിനിമം. അതായത് ഫസ്റ്റ് ടാബുലർ ഡിറ്റർമിനേഷൻ ആണെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി അല്ലെങ്കിൽ ഇയർലി നമുക്ക് പർച്ചേസ് ചെയ്യേണ്ട ഓർഡറിന്റെ എണ്ണമാണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ എന്ന് പറയുന്നത് ഐഡിയൽ ഓർഡർ സൈസ് എപ്പോഴും എങ്ങനെയായിരിക്കും എന്നാ പറയുന്നത്, വേർ ദ സം ഓഫ് ബോത്ത് ദ കോസ്റ്റ്. ഏതാണ് ബോത്ത് കോസ്റ്റ് ഉദ്ദേശിക്കുന്നത്? ഏതാണ്? ക്യാരിയിങ് കോസ്റ്റ് ആൻഡ് ഓർഡറിംഗ് കോസ്റ്റ്. ഏത് പോയിന്റ് ഗ്രാഫിക്കലി നോക്കുമ്പോൾ ഏത് പോയിന്റിലാണോ രണ്ടും മിനിമം ആകുന്നത് അതാണ് നമ്മൾ ഐഡിയൽ ഓർഡർ സൈസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഗ്രാഫിക്കൽ മെത്തേഡിനകത്ത്. അടുത്തത് മൂന്നാമത്തത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ബൈ ആൽജിബ്രാക് ഫോർമുലയാണ്. EOQ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എന്താണ് 2AB by CS ആണ്. അതിൽ ഓരോന്നും എന്താണ് ഈ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. ചിലപ്പം ഇനി ഇതിൽ നിന്നായിരിക്കാം ചോദ്യം വരുന്നത്. ഓരോന്നും ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ടേമും എന്താണെന്ന് നോക്കുക. A എന്ന് പറയുന്നത് ആനുവൽ കൺസപ്ഷൻ, B എന്ന് പറയുന്ന ബൈയിങ് കോസ്റ്റ് പെർ ഓർഡർ, C എന്ന് പറയുന്ന കോസ്റ്റ് പെർ യൂണിറ്റ്, S എന്ന് പറയുന്നത് സ്റ്റോറേജ് കോസ്റ്റ്. ഇതൊന്ന് പഠിക്കുക, കാരണം ഇതൊരു ഇക്വേഷൻ ആണല്ലോ. ഇതൊന്ന് ചോദ്യം ചോദിക്കാം. സാധാരണ റീറ്റെയിൽ പ്രൈസ് ചെയ്യുന്ന കാൽക്കുലേഷൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആൽജിബ്രാക് ഫോർമുല വഴി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ്? സ്ക്വയർ റൂട്ട് ഓഫ് 2AB by CS. ഓരോന്നും എന്താണ്? A ആനുവൽ കൺസപ്ഷൻ, B ബൈയിങ് കോസ്റ്റ്, C കോസ്റ്റ് പെർ യൂണിറ്റ്, S സ്റ്റോറേജ് കോസ്റ്റ്. ഇതാണ് 3 മെത്തേഡ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഡിറ്റർമിൻ ചെയ്യാനുള്ളത്. ആൽജിബ്രാക് ഫോർമുല വഴി, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വഴി, ടാബുലർ കോളം വഴി. ഇനി അടുത്തൊരു മെത്തേഡാണ് സെറ്റിംഗ് ഓഫ് വേരിയസ് ലെവൽസ്. അതും ഇതിലൊരു മെത്തേഡാണ്. ഇൻവെന്ററി നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാം. ഓരോരോ ലെവലുണ്ട്. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോക്കാം. ഒന്ന്, റേറ്റ് ഓഫ് ദി കൺസപ്ഷൻ ഓഫ് ദ മെറ്റീരിയൽ. അതായത് എങ്ങനെയാണ് ഈ ഒരു മരുന്നിന്റെ ചെലവ് എങ്ങനെയാണ്, അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്നതിന്റെ റേറ്റ് എങ്ങനെയാണ്, വളരെ വേഗത്തിലാണോ അത് കൺസ്യൂം ചെയ്ത് പോകുന്നത്, ആളുകളിലേക്ക് ഇത് കൂടുതൽ വിറ്റഴിഞ്ഞു പോകുന്നുണ്ടോ, അതോ വളരെ ഫാസ്റ്റ് ആണോ, അല്ലെങ്കിൽ സ്ലോ ആണോ, അതോ മീഡിയം ആണോ, എങ്ങനെയാണ് അതിന്റെ ഒരു റേറ്റ്, അതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ലെവൽ സെറ്റ് ചെയ്യുന്നത്. പിന്നെ സ്റ്റോറേജ് സ്പേസ് അവൈലബിൾ. നമ്മൾക്ക് ഈ ഒരു ഇത്രയും മരുന്നുകൾ ക്വാണ്ടിറ്റി വാങ്ങിച്ചു വെച്ചാൽ അത് കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ, അത് അറിഞ്ഞ് വേണം നമ്മൾ ഇൻവെന്ററി അല്ലെങ്കിൽ ലെവൽ സെറ്റ് ചെയ്യുന്നത്.
3, എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ നീഡ് ആൻഡ് അവൈലബിൾ. ഇത്രയും ഈ ഒരു ലെവൽ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇത്രയും മരുന്ന് വാങ്ങിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇത്ര ഐറ്റംസ് വാങ്ങിക്കേണ്ടി വരും. അത് വാങ്ങിക്കാൻ നമ്മുടെ കയ്യിൽ ഇപ്പൊ എത്ര ഉണ്ട്, എത്ര വേണ്ടി വരും, എത്ര മുതൽ മുടക്കണം, ക്യാപിറ്റൽ എത്ര വേണ്ടി വരും, എത്ര നമ്മുടെ കയ്യിലുണ്ട്, ആ ഒരു ബഡ്ജറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ അത് പലതരത്തിലാകാം. ഇപ്പൊ അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസമാകാം. ഇപ്പൊ ചിലതാണെങ്കിൽ റെഫ്രിജറേറ്ററിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ എയർ കണ്ടീഷൻ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്, ഫ്രീസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മുടെ ഈ ഒരു ലെവൽ സെറ്റ് ചെയ്യുന്നതിൽ വ്യത്യാസം വരും. പിന്നെ ഇപ്പോഴത്തെ മാർക്കറ്റ് ട്രെൻഡ് എന്ത്, അതിനനുസരിച്ചിട്ടും സെറ്റിംഗ് ഓഫ് വേരിയസ് ലെവല് അതൊരു ഫാക്ടറാണ്, ഇൻഫ്ലുവൻസിങ് ഫാക്ടറാണ്. അടുത്തത് ഫാഷൻ ഹാബിറ്റ്സ്. പിന്നെ ഗവൺമെന്റ് റിസ്ട്രിക്ഷൻ, ഇത്രയും എമൗണ്ട് ചിലപ്പോൾ വാങ്ങിച്ചു വെക്കാൻ ഗവൺമെന്റ് എന്തെങ്കിലും റിസ്ട്രിക്ഷൻ ഉണ്ടോ, അത് നോക്കി വേണം ലെവൽ സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ റിസ്ക് ഇൻവോൾവ് ഡ്യൂ ടു ഫയർ, ഒബ്സലൻസ് ആൻഡ് ഡിറ്റോറിയേഷൻ, ഇതൊക്കെ ഒരു ഫാക്ടറാണ്. പിന്നെ ലീഡ് ടൈം ഫ്രം ദ ഡേറ്റ് ഓഫ് പ്ലേസിംഗ് ദ ഓർഡർ. ലീഡ് ടൈം എന്താണ്, അതായത് നമ്മൾ മരുന്നിന് ഓർഡർ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പൊ ഒരു പർട്ടിക്കുലർ ലെവൽ എത്തുമ്പോൾ നമ്മൾ മരുന്നിന് ഓർഡർ കൊടുക്കും. ആ കൊടുക്കുന്ന ടൈം തൊട്ട് നമുക്കത് റിസീവ് ചെയ്യുന്ന ടൈം വരെ ഉള്ള സമയത്തെയാണ് നമ്മൾ ലീഡ് ടൈം എന്ന് പറയുന്നത്. എപ്പോഴും ലീഡ് ടൈം മിനിമം ആയിരിക്കണം. ഒരുപാട് മാസങ്ങളോ വർഷങ്ങളോ എടുത്ത് ആകരുത്, അല്ലെങ്കിൽ ആഴ്ചകളോ പോകരുത്. മിനിമം ടൈമിൽ വേണം നമ്മൾ ഓർഡർ ചെയ്ത് ആ ഒരു മിനിമം ടൈമിൽ തന്നെ നമുക്ക് ആ സാധനം എന്ത് ചെയ്യണം, റിസീവ് ചെയ്യാനും സാധിക്കണം. അപ്പം ലെവൽ സെറ്റ് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളെ ആസ്പദമാക്കിയിട്ടാണ്? ഒന്ന്, കൺസപ്ഷന്റെ റേറ്റ് നോക്കണം, സ്റ്റോറേജ് സ്പേസ് അവൈലബിൾ നോക്കണം, നമ്മുടെ ഉള്ള ക്യാപിറ്റലും അവൈലബിൾ ആയിട്ടുള്ള ക്യാപിറ്റലും നീഡഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മെറ്റീരിയലിന്റെ നാച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്കറ്റ് ട്രെൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫാഷൻ ഹാബിറ്റ്സ് നോക്കണം, ഗവൺമെന്റിന് എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഉണ്ടോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇത്രയും സാധനങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ചിലപ്പോൾ ഫയറോ അല്ലെങ്കിൽ ഒബ്സലൻസോ അല്ലെങ്കിൽ ഡിറ്റോറിയേഷൻ വഴി ഉണ്ടായേക്കാവുന്ന നഷ്ടം, റിസ്ക്കും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ആൻഡ് ലാസ്റ്റ്, ലീഡ് ടൈം ഫ്രം ദ ഡേറ്റ് ഓഫ് പ്ലേസിംഗ് ദി ഓർഡർ. എത്ര സമയം എടുക്കും ഓരോ ഡിസ്ട്രിബ്യൂട്ടറിന്റെ കയ്യിൽ അല്ലെങ്കിൽ മാനുഫാക്ചറിൽ നേരിട്ട് എടുക്കുന്നതാണെങ്കിൽ എത്ര സമയം എടുക്കും നമ്മുടെ കയ്യിൽ സാധനം കിട്ടാനായിട്ട്, ആ ലീഡ് ടൈമും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഓരോരോ ലെവൽസ് നോക്കാം. ഇതിൽ നിന്ന് കഴിഞ്ഞ തവണ ചോദിച്ചത് ബഫർ സ്റ്റോക്ക് ആയിരുന്നു. ബഫർ സ്റ്റോക്കും ലീഡ് ടൈം ഒക്കെയാണ് ചോദിച്ചിരുന്നത്. അപ്പം നമുക്ക് നോക്കാം. ആദ്യത്തെ ലെവലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാക്സിമം സേഫ് സ്റ്റോക്ക് ലെവൽ. അപ്പം നമ്മളൊരു ഇൻവെന്ററി കൺട്രോളിന്റെ ഫസ്റ്റ് ലെവലാണ് ഇപ്പോൾ പറയുന്നത്. മാക്സിമത്തിൽ നിൽക്കുകയാണ്, മാക്സിമം സ്റ്റോക്ക് ലെവൽ. എന്താന്ന് നോക്കാം. മാക്സിമം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുകയാണ്. Maximum stock level represents the upper limit beyond which the quantity of any item is not normally allowed to rise. ഈ ഒരു ലെവൽ വെച്ചിട്ടുണ്ട്, ഒരു ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് നമ്മൾ ക്വാണ്ടിറ്റി എന്ത് ചെയ്യണ്ട, വാങ്ങിച്ചു കൂട്ടി സർപ്ലസ് ആക്കി വെക്കണ്ട. ഓക്കെ, അതായത് ഒരു ലിമിറ്റ് ഉണ്ട് എല്ലാത്തിനും. ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ ഇൻവെന്ററിയിൽ എയും ബിയും സി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. എല്ലാത്തിനും ഒരു ലെവൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ സ്റ്റോക്ക് കൂടാൻ പാടില്ല. ഓക്കെ, അതാണ് മാക്സിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത്. മാക്സിമം സ്റ്റോക്ക് ലെവൽ ഫോർ എ പർട്ടിക്കുലർ ഐറ്റം ഈസ് ഫിക്സ്ഡ് ആഫ്റ്റർ കൺസിഡറിംഗ് ദി ഫോളോയിങ് പോയിന്റ്. നമ്മൾ ചുമ്മാ അങ്ങനെ ഒരു ലെവൽ വെക്കുന്നതല്ല. ഇപ്പോൾ ഒരു ഇത്രയും മതി എന്ന് നമ്മൾ പേഴ്സണലി തീരുമാനിക്കുന്നതല്ല. ഇത്രയും മതി, ഇനിയിപ്പം പിന്നെ എങ്ങാനും വാങ്ങിച്ചത് നിറയ്ക്കാം എന്നങ്ങനല്ല. ഈ ഒരു ലെവൽ സെറ്റ് ചെയ്യുന്ന പല ഫാക്ടേഴ്സിനെ മെയിൻറ്റെയിൻ നമ്മൾ ആശ്രയിച്ചിട്ടാണ്. മാക്സിമം ലെവൽ ഈസ് ഈക്വൽ ടു റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസപ്ഷൻ. ഈ ഒരു ഫോർമുല ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. എങ്ങനെയാണ് നമ്മൾ മാക്സിമം ലെവൽ സെറ്റ് ചെയ്യുന്നത്? എന്തിന്റെ ബേസിലാണ്? മാക്സിമം ലെവൽ എന്ന് പറയുന്നത് റീഓർഡർ ലെവലും റീഓർഡർ ക്വാണ്ടിറ്റിയും തമ്മിൽ കൂട്ടി അതിൽ നിന്നും മിനിമം കൺസപ്ഷൻ എന്ത് ചെയ്യുന്നത്, നെഗറ്റീവ് ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് മാക്സിമം സ്റ്റോക്ക് ലെവൽ സെറ്റ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത ലെവല് ബഫർ സ്റ്റോക്ക്, മിനിമം സ്റ്റോക്ക് ഓർ സേഫ്റ്റി സ്റ്റോക്ക്. മൂന്നും ഒന്ന് തന്നെയാണ്. എന്തൊക്കെ പറയും? ബഫർ സ്റ്റോക്ക്, മിനിമം സ്റ്റോക്ക് ഓർ സേഫ്റ്റി സ്റ്റോക്ക്. ഇതിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദിസ് ഈസ് ദ ലോവർ ലിമിറ്റ് ബിലോ വിച്ച് ദ സ്റ്റോക്ക് ഓഫ് എനി ഐറ്റം ഷുഡ് നോട്ട് നോർമലി ബി അലൗഡ് ടു ഫോൾ. ഈ ഒരു ലെവലിന് താഴെ, മാക്സിമം സ്റ്റോക്ക് ലെവലിന് മുകളിലോട്ടും എന്ത് പോകാൻ പാടില്ല, ഐറ്റം പർച്ചേസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അതിന്റെ ലെവലും മുന്നോട്ട് പോകാൻ പാടില്ല. ഇനി ബഫർ സ്റ്റോക്കിൽ താഴോട്ടും പോകാൻ പാടില്ല. അത് ആ ഒരു റേഞ്ച് നിൽക്കണം. ബഫർ സ്റ്റോക്കിന്റെ താഴോട്ടും പോകാൻ പാടില്ല, മാക്സിമം സ്റ്റോക്ക് ലെവൽ പിന്നിട്ടും പോകാൻ പാടില്ല.
ഓക്കെ, അപ്പൊ എന്താണ് ദിസ് ഈസ് ദ ലോവർ ലിമിറ്റ് ബിലോ വിച്ച് ദ സ്റ്റോക്ക് ഓഫ് എനി ഐറ്റം ഷുഡ് നോട്ട് ബി അലൗഡ് ടു ഫോൾ. നോർമലി അങ്ങനെ ഒരു കണ്ടീഷൻ വരാൻ പാടില്ല, അങ്ങനെ ഒരു സാഹചര്യത്തിന്റെ ഇടവരുത്. ഒരിക്കലും ബഫർ സ്റ്റോക്ക് അല്ലെങ്കിൽ മിനിമം സ്റ്റോക്ക് അല്ലെങ്കിൽ സേഫ്റ്റി സ്റ്റോക്കിന് താഴോട്ടൊരു ഐറ്റവും പോകാൻ പാടില്ല. ഓക്കെ, ഇനി എന്താണ് ബഫർ സ്റ്റോക്കിന്റെ പർപ്പസ്? താഴെ പോകാൻ പാടില്ല എന്ന് പറയാം, എന്തുകൊണ്ടെന്നുള്ളതും കൂടെ പറയണമല്ലോ. The main purpose of determining this limit is to protect against the possibility of a particular item going to out of stock and there is a further danger of stoppage. അതായത് ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലോട്ട് പോകാതിരിക്കാനും അല്ലെങ്കിൽ ഫർദർ ഡേഞ്ചർ ഓഫ് സ്റ്റോപ്പേജ് ഇഫ് ഇറ്റ്സ് പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈസ്. പെട്ടെന്നെങ്ങാനും ഈ ഒരു മരുന്നിന്റെ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സ്റ്റോക്കേജ് എങ്ങാനും തീർന്നു പോയാൽ അല്ലെങ്കിൽ സ്റ്റോപ്പ് വന്നാൽ നമുക്കത് ബാധിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഇതിന്റെ താഴോട്ട് ലെവൽ പോകാൻ പാടില്ല എന്ന് പറയുന്നത്. And this level is fixed taking into consideration the following factor. maximum stock level നമ്മൾ എങ്ങനെയാണ് കണക്കൂട്ടിയത്? റീഓർഡർ ലെവലും റീഓർഡർ ക്വാണ്ടിറ്റിയും മിനിമം കൺസംഷൻ വാല്യൂ ഒക്കെ നോക്കിയിട്ടാണെങ്കിൽ ബഫർ സ്റ്റോക്ക് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആവറേജ് റേറ്റ് ഓഫ് കൺസംഷനും ലീഡ് ടൈമിനെയും ബേസ് ചെയ്തിട്ടാണ് ബഫർ സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ആവറേജ് റേറ്റ് ഓഫ് കൺസംഷൻ ആൻഡ് ലീഡ് ടൈം. ലീഡ് ടൈം ഇമ്പോർട്ടന്റ് ആണ്. ഈ രണ്ട് ഫാക്ടറാണ് പ്രധാനമായിട്ടും ബഫർ സ്റ്റോക്ക് എന്ന് പറയുന്ന ആ ഒരു ലിമിറ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ബഫർ സ്റ്റോക്ക് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ബഫർ സ്റ്റോക്ക് എന്ന് പറയുന്നത്? എപ്പോഴും ഇതിന് താഴോട്ട് പോകാൻ പാടില്ല. അങ്ങനെ പോയാൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്ന കണ്ടീഷനിലോട്ടും പോകാൻ പാടില്ല. ഇനി ഇൻ കേസ് പെട്ടെന്ന് ആ പ്രൊഡക്ഷനോ സപ്ലൈയോ അങ്ങനെ സ്റ്റോപ്പായി പോയാലും നമുക്കത് ബാധിക്കരുത്. കാരണം അതിന് താഴോട്ട് ആ ലെവലിൽ താഴോട്ട് നമ്മുടെ ഐറ്റം പോകാൻ പാടില്ല. ഓക്കെ, അടുത്തത് ലീഡ് ടൈം എന്താന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ലീഡ് ടൈം ഈസ് ദ ടോട്ടൽ ടൈം കൺസ്യൂംഡ് ബിറ്റ്വീൻ ദ റെക്കഗ്നേഷൻ ഓഫ് ദ നീഡ് ഓഫ് എൻ ഐറ്റം ടിൽ ദ ടൈം ഇറ്റ് ഈസ് റിസീവ്ഡ് ഫോർ യൂസ്. അതായത് നമുക്ക് ഓർഡർ കൊടുത്ത് നമ്മുടെ സാധനം കിട്ടി നമുക്കതൊരു കൺസ്യൂമർക്ക് കൊടുക്കാൻ പറ്റണം. ആ പർട്ടിക്കുലർ ടൈം ഗ്യാപ്പിനെയാണ് നമ്മൾ ലീഡ് ടൈം എന്ന് പറയുന്നത്. ഇനി മിനിമം സ്റ്റോക്ക് ലെവൽ എക്സ്പ്രസ് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം സ്റ്റോക്ക് ലെവൽ പോലെ തന്നെ മിനിമം സ്റ്റോക്ക് ലെവൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? റീഓർഡർ ലെവൽ നിന്നും നോർമൽ കൺസപ്ഷൻ ഇൻറ്റു ആവറേജ് ഡെലിവറി ടൈം ഓർ നോർമൽ റീഓർഡർ പീരീഡ്. ഓക്കെ, എന്താണ് ഈ റീഓർഡർ പീരീഡ് എന്ന് പറയുന്നത്? ലീഡ് ടൈം ആണ് അല്ലേ. അപ്പൊ ഇത് ബേസ് ചെയ്തിട്ടാണ് മിനിമം സ്റ്റോക്ക് ലെവൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ കണക്ക് കൂട്ടുന്നത്. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് റീഓർഡർ ലെവൽ. ഓക്കെ, ഇനി എപ്പോഴാണ് മാക്സിമത്തിന് അപ്പുറത്തോട്ടും പോകാൻ പാടില്ല, ബഫർ സ്റ്റോക്കിന് താഴെയും പോകാൻ പാടില്ല എന്ന് പറയുന്നത്. പിന്നെ ഇടയിൽ ഒരു ലെവലുണ്ട്, റീഓർഡർ ലെവൽ എന്ന് പറയും. അതെന്താണ്? റീഓർഡർ ലെവൽ ഈസ് ഫിക്സ്ഡ് ബിറ്റ്വീൻ ദ മിനിമം ആൻഡ് മാക്സിമം സ്റ്റോക്ക് ലെവലാണ്. അപ്പം ഏറ്റവും മുകളിൽ നമുക്ക് എന്തുണ്ട്? മാക്സിമം സ്റ്റോക്ക് ലെവലുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്തുകൊണ്ടൊരു ബഫർ സ്റ്റോക്ക് അല്ലെങ്കിൽ മിനിമം ലെവലുണ്ട്. ഇനി ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് എന്ത്? റീഓർഡർ ലെവൽ എന്ന് പറയുന്നത്. ഈ ഒരു ലെവൽ എത്തുമ്പോൾ നമ്മൾ മരുന്ന്, അതായത് മാക്സിമത്തിൽ നിന്ന് മരുന്ന് ഉപയോഗിച്ച് ഈ ഒരു ലെവൽ എത്തുമ്പോൾ തന്നെ നമ്മൾ അടുത്ത മരുന്നിനുള്ള പർച്ചേസിങ്ങിനുള്ള അല്ലെങ്കിൽ അത് വാങ്ങാനുള്ള പേപ്പർ വർക്കുകൾ തുടങ്ങി അത് കൊടുത്തിരിക്കണം. ഓക്കെ, ഇവിടം വരെ എത്താൻ നിൽക്കരുത്. മിനിമം സ്റ്റോക്ക് അല്ലെങ്കിൽ ബഫർ സ്റ്റോക്ക് വരെ എത്താൻ കാത്തു നിൽക്കരുതെന്ന് അർത്ഥം. റീഓർഡർ ലെവൽ ഈസ് ഫിക്സ്ഡ് ബിറ്റ്വീൻ മിനിമം ആൻഡ് മാക്സിമം സ്റ്റോക്ക് ലെവൽ. When stock of an inventory reaches at this point, the process for the purchase of material should be started. Immediate ആയിട്ട് റീഓർഡർ ലെവൽ എത്തുന്ന മുറയ്ക്ക് തന്നെ എന്ത് ചെയ്യണം? അതിനുള്ള പ്രാരംഭ ഘട്ടങ്ങൾ തുടങ്ങി നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസിങ്ങിനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം. പിന്നെ ഇതിന്റെ താഴോട്ട് പോകാനായിട്ട് അനുവദിക്കരുത്. അപ്പൊ പിന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് കണ്ടീഷൻ ആകും, മറ്റ് പ്രശ്നങ്ങളിലോട്ടൊക്കെ നമ്മൾ പോകും. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, കറക്റ്റ് ആയിട്ട് ഈ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് കണ്ടീഷൻ വരും. നമുക്ക് വളരെ ഭയങ്കര വിലയിൽ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? ക്രാഷ് പർച്ചേസ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരരുത്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പല ഇൻവെന്ററി കൺട്രോൾ ടെക്നിക്സ് എല്ലാ ഫേമുകളും അല്ലെങ്കിൽ ഇതേപോലത്തെ കമ്പനീസും ഫാർമസീസ് ഒക്കെ എന്ത് ചെയ്യുന്നത്? അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പം അവർക്കറിയാം റീഓർഡർ ലെവൽ എത്തുമ്പം റീഓർഡർ ചെയ്യണം, ബഫർ സ്റ്റോക്കിനും താഴെ പോകരുത് അല്ലെങ്കിൽ മിനിമം ലെവലിലും താഴെ പോകരുത്. പിന്നെ എന്നാൽ കൂടുതൽ ഇരിക്കട്ടെ എന്ന് കരുതി മാക്സിമം സ്റ്റോക്കിന് മുകളിലോട്ടും ഓർഡർ എടുത്ത് വെക്കാൻ പറ്റില്ല. അപ്പം ഇതാണ് അതിന്റെ കാര്യം എന്ന് പറയുന്നത്. ഇനി റീഓർഡർ ലെവൽ ഈസ് സ്ലൈറ്റ്ലി മോർ ദാൻ ദ മിനിമം സ്റ്റോക്ക് ലെവൽ ടു ഗാർഡ് അഗെയിൻസ്റ്റ് ദ അബ്നോർമൽ യൂസ് ഓഫ് ഐറ്റം ആൻഡ് അബ്നോർമൽ ഡിലേ ഇൻ ദി സപ്ലൈ. റീഓർഡർ ലെവൽ എന്ന് പറയുന്നത് എപ്പോഴും
എപ്പോഴും എന്തായിരിക്കും, മോർ ദാൻ ദ മിനിമം സ്റ്റോക്ക് ലെവൽ ആയിരിക്കും അല്ലെ. അതെന്താണ്, പെട്ടെന്ന് ഒരു അബ്നോർമൽ യൂസ് ഉണ്ടായാലോ അല്ലെങ്കിൽ അബ്നോർമൽ ഡിലേ, നമ്മൾ വിചാരിച്ച സമയത്ത് നമുക്ക് ചിലപ്പം മരുന്ന് കിട്ടിയെന്ന് വരുന്നില്ല, അങ്ങനെ ഒരു കണ്ടീഷൻ വന്നാലും നമുക്ക് മരുന്ന് കൊടുക്കാൻ ഉണ്ടാവണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എപ്പോഴും മിനിമം എന്താണ്, ഈ മിനിമം ഓർഡർ ലെവലിനേക്കാളും കുറച്ചും കൂടെ മുന്നിട്ട് എന്ത് നിൽക്കത്തുള്ളൂ, റീ ഓർഡർ ലെവൽ നിൽക്കത്തുള്ളൂ അല്ലേ. പെട്ടെന്നൊരു സാഹചര്യം വന്ന് പെട്ടെന്ന് കുറെ നമ്മൾ വിചാരിക്കാത്ത സമയത്ത് കുറെ ഐറ്റംസ്, നമ്മുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കാതെ കുറെ ഐറ്റംസ് ചിലവായി പോയോ എങ്കിലോ, അല്ലെങ്കിൽ ലീഡ് ടൈം കുറച്ചും കൂടെ ഒന്ന് കൂടിപ്പോയി, ഒരാഴ്ച കൊണ്ട് കിട്ടേണ്ട മരുന്ന് ചിലപ്പോൾ 2 ആഴ്ച സമയം എടുത്താലും നമുക്ക് ആവശ്യം മരുന്ന് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വേണം. അപ്പൊ അത് കണക്കൂട്ടിയാണ് നമ്മളിതെല്ലാം എന്ത് ചെയ്തിരുന്നത്, ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി റീഓർഡർ ലെവലിൽ ഒരു ഇക്വേഷൻ ഉണ്ട്, മിനിമം കൺസപ്ഷൻ ഡ്യൂറിംഗ് ദ പീരീഡ് ഇൻ ടു ദി മാക്സിമം റീഓർഡർ പീരീഡ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 3 എന്താണ് ഇക്വേഷൻ നമ്മൾ ഇതിൽ നിന്ന് കണ്ടു. മാക്സിമത്തിന്റെ കണ്ടു, മിനിമത്തിന്റെ കഴിഞ്ഞു, റീഓർഡർ ലെവൽ. അടുത്തത് ലാസ്റ്റ് ഡേഞ്ചർ ലെവൽ. ദിസ് ഈസ് ജനറലി ബിലോ ദ മിനിമം സ്റ്റോക്ക് ലെവൽ. അപ്പൊ ആദ്യത്തെ എന്തായിരുന്നു, മാക്സിമം സ്റ്റോക്ക് ലെവല്, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു റീഓർഡർ ലെവല്, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു മിനിമം സ്റ്റോക്ക് ലെവൽ അല്ലെങ്കിൽ ബഫർ ലെവല്. ഇനി അതും കഴിഞ്ഞു, ഇതും കഴിഞ്ഞു. നമ്മൾ കറക്റ്റ് സമയത്ത് റീഓർഡറും ചെയ്തില്ല, മിനിമം സ്റ്റോക്കും കഴിഞ്ഞു, ബഫർ സ്റ്റോക്കും തീരാറായി. ഇനിയിപ്പോ ഏത് ലെവലിലോട്ടെത്തി, ഡേഞ്ചർ ലെവലിലോട്ടെത്തി. This is generally below the minimum stock level and normal stock level should never allow to fall below the minimum level, and if it reaches the danger level at any point of time, urgent action must be taken to prevent the stock out. അങ്ങനെ വരാൻ പാടില്ല. ഇനി ഇൻ കേസ് അങ്ങനെ വന്നാൽ പെട്ടെന്ന് എന്ത് ചെയ്യണം, സ്റ്റോക്ക് ഔട്ട് ആകാനുള്ള കണ്ടീഷൻസിലോട്ട് പോകാതിരിക്കാൻ പ്രിവെന്റ് ചെയ്യാനുള്ള മെഷേഴ്സ് അപ്പം തന്നെ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. ഇതാണ് 4ാമത്തെ ലെവലായ ഡേഞ്ചർ ലെവൽ. മാക്സിമം സ്റ്റോക്ക് ലെവൽ, റീഓർഡറിംഗ് ലെവൽ, മിനിമം ലെവൽ ഓർ ബഫർ സ്റ്റോക്ക് ലെവൽ ആൻഡ് ഡേഞ്ചർ ലെവൽ. ഇതിനിടയ്ക്ക് ഒരു വാക്കും കൂടെ പഠിക്കാണ്ട്, എന്താണ്, ലീഡ് ടൈം. അപ്പൊ ഇത്രയാണ് സെറ്റിംഗ് അപ്പ് ഓഫ് വേരിയസ് ലെവൽസിലുള്ള വരുന്നത്. ഇനി ഡേഞ്ചർ ലെവലിലുള്ള ഇക്വേഷൻ എന്താണ്, ആവറേജ് റേറ്റ് ഓഫ് കൺസപ്ഷൻ ഇൻറ്റു എമർജൻസി സപ്ലൈ ടൈം. അപ്പൊ ഇതോടുകൂടി നമ്മൾ സെറ്റിംഗ് അപ്പ് ഓഫ് ലെവൽസ് കഴിഞ്ഞു. ഇതൊക്കെ അതിനകത്ത് വരുന്ന മാക്സിമം, റീഓർഡർ, മിനിമം ഓർ ബഫർ ആൻഡ് ലാസ്റ്റ് ഡേഞ്ചർ ലെവൽ. വീണ്ടും പറയുന്നത് ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ലീഡ് ടൈമിൽ നിന്നും ബഫറിൽ നിന്നൊക്കെ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ ABC ഐറ്റംസിൽ നിന്നും മാക്സിമം കവർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്, ഇൻവെന്ററിയിൽ നിന്നും ബഡ്ജറ്റിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. അല്ലാതിന് ചോദിച്ചാൽ ആ ടേബിൾ നന്നായിട്ട് പഠിച്ചിട്ട് പോയാൽ മതി, നമുക്ക് കിട്ടും ആൻസർ. പിന്നെ EOQ എന്നാണെങ്കിൽ ആ 3 മെത്തേഡ് ഓർത്തിരിക്കുക, ടാബുലാറും ഗ്രാഫിക്കലും ആൽജിബ്രാക്കും. ഓക്കെ, ഇനി നമുക്ക് സ്ക്രാപ്പ് ആൻഡ് സർപ്ലസ് ഡിസ്പോസൽ അതൊന്ന് നോക്കാം. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് യൂഷ്വലി ഓഫ് എ സ്മോൾ വാല്യൂ ആൻഡ് ഇറ്റ് ഈസ് റിക്കവറബിൾ വിത്തൗട്ട് ദി ഫർദർ പ്രോസസ്സിംഗ്. ഇപ്പൊ നമ്മൾ പറയുന്നത് സ്ക്രാപ്പ് ഐറ്റംസിനെ കുറിച്ചാണ്. സ്ക്രാപ്പും സർപ്ലസും ഉണ്ട്. അതിന് എന്താണ് സ്ക്രാപ്പ് ഐറ്റം, എന്താണ് സർപ്ലസ് ഐറ്റം, എങ്ങനെയാണ് ഇവയുടെ ഡിസ്പോസൽ, ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ എന്താണ് സ്ക്രാപ്പ് എന്നുള്ള വാക്കിനർത്ഥം എന്താണ്, ഇറ്റ് ഈസ് യൂഷ്വലി ഓഫ് എ സ്മോൾ വാല്യൂ. വാല്യൂ കണക്കൂട്ടുവാണെങ്കിൽ ചെറിയ വാല്യൂ ഉണ്ടാകത്തുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് റിക്കവറബിൾ വിത്തൗട്ട് ഫർദർ പ്രോസസ്സിംഗ്. നമുക്കതൊരു യൂസ്ഫുൾ ഐറ്റംസ് ആയിട്ട് പിന്നീട് മാറ്റണമെങ്കിൽ എന്തെങ്കിലും ഫർദർ പ്രോസസ്സിംഗ് ചെയ്യാതെ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, റിക്കവർ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ. എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആകും. ഇപ്പൊ നമ്മൾ പൗഡർ ആൻഡ് ഫൈൻ ഗ്രാനുൾസ് ഒബ്റ്റൈൻഡ് ഇൻ ദ പ്രോസസ്സിംഗ് ടാബ്ലറ്റ് പഞ്ച് ചെയ്ത് കഴിയുമ്പം കുറെ സാധനങ്ങളൊക്കെ നമുക്ക് ഗ്രാനുൾസ് ആയിട്ടും പൗഡേഴ്സ് ആയിട്ടൊക്കെ വേസ്റ്റ് ആയിട്ട് വരും, സ്ക്രാപ്പ് ഐറ്റംസ് ആയിട്ട് വരും. അതിനെ വീണ്ടും പ്രോസസ്സ് ചെയ്ത് നമുക്കൊരു റിക്കവറർ പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റിയാൽ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് വെറും എന്താണ്, സ്ക്രാപ്പ് ഐറ്റംസ് ആണ്. വാല്യൂ വൈസ് എത്രയാണത്, മിനിമം ആണ്. നോൺ റിട്ടേണബിൾ കണ്ടെയ്നേഴ്സ് ആൻഡ് പാക്കിംഗ് കേസസും എക്സാമ്പിൾ ആണ്. ടാബ്ലറ്റും ടാബ്ലറ്റ് നിർമ്മാണത്തിന്റെ ഒക്കെ സമയത്ത് നമുക്ക് സ്ക്രാപ്പ് ആയിട്ട് പോകുന്ന കുറെ പൗഡർ ആൻഡ് ഫൈൻ ഗ്രാനുൾസ്, പിന്നെ നോൺ റിട്ടേണബിൾ ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ്, പാക്കിംഗ് കേസുകളൊക്കെ സ്ക്രാപ്പ് ഐറ്റംസിന് എക്സാമ്പിൾ ആണ്. എന്താണ് സ്ക്രാപ്പ് ഐറ്റംസ്, യൂഷ്വലി സ്മോൾ വാല്യൂ, ഇറ്റ് ഈസ് നോട്ട് റിക്കവറബിൾ വിത്തൗട്ട് എ ഫർദർ പ്രോസസ്സിംഗ്. എക്സാമ്പിളും പറഞ്ഞു. ഇനി അടുത്ത സർപ്ലസ് ഐറ്റം. സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമുക്കിപ്പോൾ ഉള്ളതിൽ നിന്നും എക്സ്ട്രാ എന്തെങ്കിലും എന്നല്ല അർത്ഥം വരുന്നത്. എന്തൊക്കെയാണ് സർപ്ലസ് ഐറ്റം, ആർ ദോസ് ഐറ്റംസ് വിച്ച് ആർ നോട്ട് റിക്വയർഡ് ബൈ ദി ഓർഗനൈസേഷൻ. നമുക്കിപ്പോൾ കറന്റ് അതിനെ കൊണ്ടൊരു ഗുണവും ഇല്ല, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് എന്ത്, സർപ്ലസ് ഐറ്റം. അത് എങ്ങനെയൊക്കെ ആകാം, ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഫേമിൽ ഇപ്പം അത് അധികപ്പറ്റാണ് അല്ലെങ്കിൽ അത് എക്സ്ട്രാ ആണ്. എന്തൊക്കെ ഐറ്റംസിനെയാണ് നമ്മൾ സർപ്ലസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ജനറലി സ്പോയിൽഡ് റോ മെറ്റീരിയൽ, എന്തെങ്കിലും കേടുവന്നോ അല്ലെങ്കിൽ നശിച്ചു പോയിട്ടുള്ള റോ മെറ്റീരിയൽസ്,
പിന്നെ റിജക്റ്റഡ് കമ്പോണൻസ്, അതായത് നമ്മളിപ്പോൾ ടാബ്ലറ്റിൻ്റെ ഒരു ഫുൾ ബാച്ച് അങ്ങ് എന്ത് ചെയ്തു, റീകോൾ ചെയ്തു, അതിപ്പോൾ ഒരു സർപ്ലസ് ഐറ്റമാണ്. പിന്നെ ഡിഫക്റ്റീവ് പാർട്സ്, നമ്മൾ ഇൻവെന്ററിയിൽ പല കാര്യങ്ങളും വന്നു, മരുന്ന് മാത്രമല്ല ഒരു മെഷീനറിന്റെ കമ്പോണൻസും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും പാർട്സ്, ഒബ്സലീറ്റ് മെറ്റീരിയൽ, എക്സ്പയറി കഴിഞ്ഞ മരുന്നുകൾ, ആൻഡ് എക്യുപ്മെന്റ്, എന്തെങ്കിലും കേടായി പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഇപ്പോൾ ഉപയോഗശൂന്യമായിട്ടുള്ള എന്തെങ്കിലും എക്യുപ്മെന്റ്, ഇതൊക്കെ സർപ്ലസിൽ വരുന്നതാണ്. എന്താണ് അത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അതായത് അധികമായിട്ടുള്ളത് അതെന്തൊക്കെയാകാം, സ്പോയിൽഡ് റോ മെറ്റീരിയൽസ് ആകാം, റിജക്റ്റഡ് കമ്പോണൻസ് ആകാം, ഡിഫക്റ്റീവ് പാർട്സ് ആകാം, എക്സ്പയറി ഡേറ്റ് ആയിട്ടുള്ള മരുന്നുകളാകാം, കേടായി വന്ന മെഷീനറീസും ആകാം. ഇൻ എ ഡ്രഗ് സ്റ്റോർ എക്സ്പയറി ഡേറ്റ് ഗുഡ് കംസ് അണ്ടർ ദിസ് കാറ്റഗറി. എന്താണ്, ഡ്രഗ് സ്റ്റോർ എടുക്കുകയാണെങ്കിൽ ഈ സർപ്ലസ് ഐറ്റത്തിൽ എന്ത് വരും, എക്സ്പയറി കഴിഞ്ഞ മരുന്നും ഏത് കാറ്റഗറിയിലാണ് വരുന്നത്, സർപ്ലസിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. അടുത്തത് സ്ക്രാപ്പ് തന്നെ ലെജിറ്റിമേറ്റും ഉണ്ട്, നമുക്ക് അടുത്ത പറയാം, ലെജിറ്റിമേറ്റും ഉണ്ട്, ഡിസ്ക്രിമിനേറ്റീവ് ടൈപ്പ് ഒക്കെ ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. ഇതിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് ലെജിറ്റിമേറ്റ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്? ദ സ്ക്രാപ്പ് വിച്ച് ക്യാൻ ബി പ്രീ ഡിറ്റർമിൻഡ് ഓർ ആന്റിസിപ്പേറ്റഡ് ഇൻ അഡ്വാൻസ് ഡ്യൂ ടു ദ മാനുഫാക്ചറിങ് ഓപ്പറേഷൻ. നമുക്കൊരു ഇപ്പൊ നമ്മൾ ADRൽ ടൈപ്പ് എ ടൈപ്പ് ബി ADR പഠിച്ചിട്ടില്ലേ? ടൈപ്പ് എ എന്ന് പറയുമ്പോൾ എന്താണ്, പ്രിഡിക്റ്റബിൾ ആണ്. ടൈപ്പ് ബി എന്ന് പറയുമ്പോൾ എന്താണ്, അൺപ്രിഡിക്റ്റബിൾ ആണ്, അല്ലേ? നമുക്കിപ്പോൾ ടൈപ്പ് എ ADR നമുക്കറിയാം, ആ മരുന്ന് ഉപയോഗിച്ചാൽ ഇന്ന സൈഡ് എഫക്റ്റ് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഇൻസുലിൻ ഹൈപ്പോഗ്ലൈസിമിക് ആണെന്നുള്ളൊരു അറിവ് നമുക്കുണ്ട്, ഇല്ലേ? പക്ഷേ അതേപോലെ തന്നെയാണ് ലെജിറ്റിമേറ്റ് സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ പ്രീ ഡിറ്റർമിൻഡ് ആണ്. നമുക്കറിയാം ആ ഒരു പ്രോസസ്സിന്റെ സമയത്ത് സ്ക്രാപ്പ് ഐറ്റം ആയിട്ട് ചിലത് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് അറിയാം. അതായത് സ്ക്രാപ്പ് വിച്ച് ക്യാൻ ബി പ്രീ ഡിറ്റർമിൻഡ്, ഇതിന് ശേഷമല്ല നമ്മൾ അറിയുന്നത് ഇതിങ്ങനെ ഒരു വസ്തു ഉണ്ടായല്ലോ എന്നുള്ളത് നമ്മൾ അപ്പോഴല്ല അറിയുന്നത്, നമുക്ക് ഓൾറെഡി അതിനെക്കുറിച്ചൊരു ഇൻഫോർമേഷൻ ഉണ്ട്. ഇൻ അഡ്വാൻസ് ഡ്യൂ ടു ദ മാനുഫാക്ചറിങ് ഓപ്പറേഷൻ, ഈ ഒരു മാനുഫാക്ചറിങ് ഓപ്പറേഷനിൽ കുറച്ച് സ്ക്രാപ്പ് ഐറ്റംസ് കിട്ടും എന്നുള്ളത് നമുക്കറിയാം. For example, the material obtained in the form of fine granules or powder in the granulation process during the tablet manufacturing. ടാബ്ലറ്റ് മാനുഫാക്ചറിങ് നമ്മൾ ആ ടാബ്ലറ്റ് പഞ്ച് മെഷീനിൽ ഇട്ട് കൊടുക്കുന്ന എല്ലാ ഗ്രാനുൾസും ടാബ്ലറ്റ് ആയിട്ട് പഞ്ച് ഔട്ട് ചെയ്ത് വരണം എന്നില്ല. കുറേയൊക്കെ അതിൽ വേസ്റ്റേജ് വരും. കുറേ പൗഡറും ഗ്രാനുൾസ് ഒക്കെ അതിൽ എന്താകും, പഞ്ച് ആകാതെ കിടക്കാം, അല്ലെങ്കിൽ നമുക്ക് വേസ്റ്റ് ആയിട്ട് കിട്ടും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലെജിറ്റിമേറ്റ് സ്ക്രാപ്പ് എന്ന് വിളിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ക്രാപ്പ്. അത് വേറെയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ദിസ് സ്ക്രാപ്പ് റിസൾട്ട് വെൻ ദ മെറ്റീരിയൽ ബിക്കം ഒബ്സല്യൂട്ട് ഡ്യൂ ടു ദി ചേഞ്ച് ഇൻ ഡിസൈൻ. അതായത് ഇപ്പം നമ്മളിപ്പം മാർക്കറ്റിൽ ഭയങ്കര ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരുന്നൊരു ഐറ്റം ആയിരുന്നു. അപ്പം അതിനനുസരിച്ച് നമ്മളും കുറേ അതിൻ്റെ സ്റ്റോക്ക് ഉണ്ടാക്കി വെച്ചു. പക്ഷെ പെട്ടെന്ന് അത് എന്ത് ചെയ്തു, ട്രെൻഡ് ഔട്ടായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതെന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് സ്ക്രാപ്പിലാണ് പെടുന്നത്. അതായത് the scrap result when the material becomes obsolete due to the change in design. ഇനി അതിനെ കൊണ്ട് ഗുണമില്ല. ഓക്കെ, അതാണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ക്രാപ്പിൽ വരുന്നത്. അടുത്ത ഡിഫക്റ്റീവ് സ്ക്രാപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ ലെജിറ്റിമേറ്റ് ആയി. അഡ്മിനിസ്ട്രേറ്റീവ് സ്ക്രാപ്പ് മെയിൻലി ഡ്യൂ ടു ദി ചേഞ്ച് ഇൻ ഡിസൈൻ ആണ്. ഇനി ഡിഫക്റ്റീവ് സ്ക്രാപ്പ് എന്ന് പറയുന്നത് ആ ഉണ്ടാക്കിയതിലുള്ള പ്രശ്നം കൊണ്ട്. ഓക്കെ, ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണ് എന്ത് സംഭവിച്ചത്, അത് പിന്നെ നമുക്ക് ഗുണമില്ലാണ്ടായി പോയത്. അപ്പോൾ അതാണ് ഡിഫക്റ്റീവ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്. റിസൾട്ട് ഫ്രം ദി സബ്സ്റ്റാൻഡേർഡ് റോ മെറ്റീരിയൽ. നമ്മൾ ആ ടാബ്ലറ്റോ ക്യാപ്സ്യൂളോ എന്തോ ആയിക്കോട്ടെ, ആ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിച്ച റോ മെറ്റീരിയൽ നല്ലതല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രശ്നം കൊണ്ട് ഫൈനൽ പ്രൊഡക്റ്റും എന്തായി, മോശമായി. അല്ലെങ്കിൽ പുവർ വർക്ക്മാൻഷിപ്പ് ഇൻ ഹാൻഡ്ലിങ് സച്ച് മെറ്റീരിയൽസ്. കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് വലിയ ട്രെയിനിങ്ങോ ക്വാളിഫിക്കേഷനോ ഇല്ലാത്ത ഒരാളാണ് ഇത് ചെയ്തതിൻ്റെ പിന്നിലെങ്കിൽ അതും നമ്മൾ ഏത് കാറ്റഗറിയിലിടും, ഡിഫക്റ്റീവ് സ്ക്രാപ്പിലിടും. ഓക്കെ, ഇനി ഇത് എങ്ങനെ നമുക്ക് ഡിസ്പോസ് ചെയ്യാം. സ്ക്രാപ്പ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് അറിയാം, അല്ലേ? അപ്പം എങ്ങനെയാണ് ഇതിനെ ക്ലിയർ ആയിട്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നത്, അത് അറിഞ്ഞിരിക്കണമല്ലോ. ഒന്ന് സ്ക്രാപ്പിൻ്റെയും അതേപോലെ സർപ്ലസ് ഐറ്റംസിൻ്റെയും ഡിസ്പോസൽ. The scrap and surplus material is sold if it is cannot be recycled into a useful material. നമുക്ക് ഗുണപ്രദമാകുന്ന ഒരു സാധനമായിട്ട് അതിനെ റീസൈക്കിൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ അത് വെച്ചുകൊണ്ടിരിക്കേണ്ട ഗുണമില്ല. അതെന്ത് ചെയ്യുക, സോൾഡ് ചെയ്യുക ഫോർ സബ്സിക്വന്റ് പ്രൊഡക്ഷൻ ഓഫ് ദി ബേസിക് പ്രൊഡക്റ്റ്. 2. The scrap and surplus item can be reprocessed into a useful raw material for subsequent production of a basic product. രണ്ട് വഴിയുണ്ട്. നമുക്ക് ഗുണമാകുന്ന ഒരു സാധനമായിട്ട് തന്നെ റീസൈക്കിൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അപ്പം തന്നെ അതിനെ വിൽക്കുക. അല്ല, ഇനി റീസൈക്കിൾ ചെയ്ത് നമുക്കൊരു ഗുണമുള്ള സാധനമാക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ആ രണ്ട് മെത്തേഡിലൂടെയാണ് നമ്മൾ സ്ക്രാപ്പ് ആൻഡ് സർപ്ലസ് മെറ്റീരിയൽസിനെ എന്ത് ചെയ്യുന്നത്, ഡിസ്പോസ് ചെയ്യുന്നത്. രണ്ട് മെത്തേഡ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതായത്
കുറച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ വ്യത്യാസം വരുത്താൻ പറ്റും. ഇപ്പൊ പ്രീ ഡിറ്റർമിൻഡ് സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ ടാബ്ലറ്റും ഇതൊക്കെ പഞ്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകാവുന്ന ഗ്രാനൂൾസിന്റെയും പൗഡറിന്റെയും വേസ്റ്റേജ് എങ്ങനെ കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ കുറേയൊക്കെ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു കൺട്രോൾ കൊണ്ടുവരാൻ പറ്റും. അതെങ്ങനെയൊക്കെ? ഒന്ന്, സ്ക്രാപ്പ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ എഫക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് ദ റോ മെറ്റീരിയൽ ഡ്യൂറിംഗ് ഇറ്റ്സ് മാനുഫാക്ചർ. നമ്മളിപ്പം അഡ്മിനിസ്ട്രേറ്റീവ് സ്ക്രാപ്പിൽ പറഞ്ഞായിരുന്നു, എന്താണ് റോ മെറ്റീരിയൽ ഉണ്ടായ ഡിഫക്റ്റ് ആണ് അതിന് കാരണമായത്. അപ്പൊ റോ മെറ്റീരിയൽ വളരെ ക്വാളിറ്റി ഉള്ളതും വളരെ ഗുണമുള്ളതുമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് വളരെ ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ഒരാളെ കൊണ്ട് നമ്മളിത് ഉണ്ടാക്കിയെടുത്ത ആ ഒരു സ്ക്രാപ്പ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒന്ന്, ബൈ പ്രൊവൈഡിങ് പ്രോപ്പർ അറ്റൻഷൻ ഡ്യൂറിങ് ദ ഡിസൈനിങ് സ്റ്റേജ് ഓഫ് ദി പ്രൊഡക്റ്റ്. കൃത്യമായിട്ടുള്ള പ്രോപ്പർ അറ്റൻഷൻ നമ്മൾ കൊടുക്കണം ഈ ഒരു മരുന്ന് ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പ്രൊഡക്റ്റ് അതിന്റെ ഡിസൈനിങ് സമയത്ത് പ്രോപ്പർ അറ്റൻഷൻ കൊടുത്താൽ. ബൈ സെലക്ടിങ് ദ റൈറ്റ് മെറ്റീരിയൽ എക്യുപ്മെന്റ് ഡ്യൂറിങ് ദ പ്രൊഡക്ഷൻ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഇത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് മാത്രം ഗുണമുള്ളതായതുകൊണ്ട് കാര്യമില്ല, അതിന് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റും എഫിഷ്യന്റ് ആയിരിക്കണം. നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ഉപയോഗിച്ചാലും നമുക്ക് സ്ക്രാപ്പ് ഐറ്റംസ് കുറയ്ക്കാൻ സാധിക്കും. ബൈ സെലക്ടിങ് ദ റൈറ്റ് ടൈപ്പ് ഓഫ് പേഴ്സണൽ വിത്ത് പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് എക്സ്പീരിയൻസ് സോ ദാറ്റ് ദേ ക്യാൻ ഹാൻഡിൽ ദ മെറ്റീരിയൽ പ്രോപ്പർലി. ഇനി ആളുടെ പിശക് കൊണ്ടാണെങ്കിൽ ഉണ്ടാക്കിയ മെഷീനും റോ മെറ്റീരിയൽസിന്റെ പ്രശ്നം കൊണ്ടല്ല, ഹാൻഡിൽ ചെയ്ത ആൾക്കാണ് പ്രശ്നമെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രോപ്പർ ട്രെയിനിങ്ങും എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്ക്രാപ്പ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത്രയാണ് കൺട്രോൾ ഓഫ് സ്ക്രാപ്പിൽ വരുന്നത്. എന്തൊക്കെയാണ്? എഫക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനിങ് നമ്മൾ സ്വീകരിക്കുക, പ്രോപ്പർ അറ്റൻഷൻ കൊടുക്കുക, റൈറ്റ് മെറ്റീരിയൽ ഉപയോഗിക്കുക, എക്യുപ്മെന്റ് കൃത്യമായിട്ട് ഉപയോഗിക്കുക, അതേപോലെ റൈറ്റ് ടൈപ്പ് ഓഫ് പേഴ്സണൽ, പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന വഴി സ്ക്രാപ്പ് ഐറ്റംസ് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. മുഴുവനായിട്ടും മാറ്റാൻ പറ്റിയില്ലെങ്കിലും അതിലൊരു കൺട്രോൾ വരുത്താൻ പറ്റും. അപ്പം ഇൻവെന്ററി കൺട്രോളിൽ ABC അനാലിസിസ് ആയി, സെറ്റിംഗ് അപ്പ് ഓഫ് വേരിയസ് ലെവൽസ് ആയി, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഡിസ്കസ് ചെയ്തു. ലാസ്റ്റ് വൺ VED അനാലിസിസ്. ഇതിന് നമുക്ക് എന്താണ് VED എന്നുള്ളതിന്റെ ഒരു ഇത് ചോദിച്ചിട്ടുണ്ട്. V സ്റ്റാൻഡ്സ് ഫോർ വൈറ്റൽ, E എസെൻഷ്യൽ, D ഡിസൈറബിൾ. ഇത് ചോദിച്ചിട്ടുണ്ട്. ദിസ് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ദി യൂട്ടിലിറ്റി ഓഫ് ദി മെറ്റീരിയൽ. ഓരോന്നിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പൊ ABC അനാലിസിസ് ആണെങ്കിൽ ഇൻവെന്ററി ആൻഡ് ടോട്ടൽ ബഡ്ജറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണെങ്കിൽ ക്യാരിയിങ് കോസ്റ്റ് ആൻഡ് ഓർഡറിംഗ് കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി VED അനാലിസിസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് യൂട്ടിലിറ്റി ഓഫ് മെറ്റീരിയൽസിന്റെ യൂട്ടിലിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻ എ ഡ്രഗ് സ്റ്റോർ, VED അനാലിസിസ് ഈസ് വെരി യൂസ്ഫുൾ ഇൻ കൺട്രോളിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ സ്റ്റോക്ക് ഓഫ് വേരിയസ് ടൈപ്പ് ഓഫ് ഫോർമുലേഷൻസ് ഓഫ് എ പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ്. The past trends are not useful in calculating the requirement of a particular brand. മുമ്പ് എങ്ങനെ എന്നുള്ളതല്ല ഇവിടുത്തെ മെയിൻ ഫാക്ടർ. അതായത് എന്താണ്? ദ പാസ്റ്റ് ട്രെൻഡ് ആർ നോട്ട് യൂസ്ഫുൾ ഇൻ കാൽക്കുലേറ്റിംഗ് ദ റിക്വയർമെന്റ് ഓഫ് എ പർട്ടിക്കുലർ ബ്രാൻഡ്. മുമ്പ് ഈ സ്ഥാനത്ത് നല്ല ചിലവായിരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ആ ഒരു ഐറ്റത്തിനെ കൂടുതലാക്കി എടുത്ത് വെക്കാൻ പറ്റില്ല VED അനാലിസിൽ. ഇപ്പൊ എങ്ങനെ, കറണ്ട് എങ്ങനെയാണ്, ആ മരുന്നിന് മൂവ്മെന്റ് ഉണ്ടോ അല്ലെങ്കിൽ ചിലവാകുന്നുണ്ടോ എന്നുള്ളത് അറിയണം. The best way to solve this problem is to classify the different brand of drug formulations into any one of the following category. മുമ്പ് ഈ മരുന്ന് നന്നായിട്ട് വിറ്റുപോയിരുന്നു, അപ്പൊ അതുകൊണ്ട് നമുക്ക് കൂടുതൽ സ്റ്റോക്ക് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ ഈ മരുന്നായിരിക്കും ഇനിയും ചിലവാകാൻ പോകുന്നെന്നുള്ള കാറ്റഗറി അല്ല ഇവിടെ നോക്കുന്നത്. ഇപ്പൊ നമുക്ക് ഈ മരുന്നിന്റെ ചിലവ് എങ്ങനെ, അല്ലെങ്കിൽ ഈ മരുന്ന് ഇപ്പൊ ഏത് കാറ്റഗറി പെടും. ഇപ്പൊ ഈ കാറ്റഗറി നമ്മൾ മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത്. എന്തൊക്കെയാണ്? V വൈറ്റൽ ഐറ്റംസ്, E എസെൻഷ്യൽ ഐറ്റംസ് ആൻഡ് D ഡിസൈറബിൾ ഐറ്റംസ്. വൈറ്റൽ ആണോ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇതില്ലാതെ ഫാർമസി മൂവ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ റൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണോ, എങ്കിൽ നമുക്ക് വൈറ്റൽ ഐറ്റംസിൽ ഇടാം. E ആണെങ്കിൽ എസെൻഷ്യൽ ഐറ്റംസാ, ഇത് കൂടിയേ തീരത്തുള്ളൂ. ഓക്കെ. D എന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിലും പ്രശ്നമില്ല, നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്ത് വേറെ മരുന്നുകൾ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ. ഇങ്ങനെയാണ് 3 കാറ്റഗറി ആയിട്ട് VED അനാലിസിസ്. ഏതൊക്കെയാണ്? V വൈറ്റൽ ഐറ്റംസ്, E എസെൻഷ്യൽ ഐറ്റംസ്, D ഡിസൈറബിൾ ഐറ്റംസ്. ഇവിടെ എന്താണ്? പാസ്റ്റ് ട്രെൻഡ് അല്ല നമ്മൾ നോക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്? ഡിഫറെന്റ് ബ്രാൻഡുകളെ ഓഫ് ഡ്രഗ് ഫോർമുലേഷൻസിനെ 3 കാറ്റഗറി ആക്കി ഇടുന്നു. വൈറ്റൽ എന്നും എസെൻഷ്യൽ എന്നും ഡിസൈറബിളും. അതിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡ് ഉള്ളെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുന്ന മരുന്നുകളായിരിക്കും വൈറ്റൽസിൽ വരുന്നത്. അത് കഴിഞ്ഞാൽ എസെൻഷ്യൽസ്, പിന്നെ ഓക്കെ അത് വെച്ച് നമുക്ക് വേറെ കമ്പനി ബ്രാൻഡ് അങ്ങ് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഡിസൈറബിൾ.
അപ്പം ഇതോടുകൂടി നമ്മൾ ഇൻവെൻട്രി എന്നുള്ള ടോപ്പിക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇതിൽ പ്രധാനമായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങളായിരുന്നു ABC-യും VED-യും എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയും, പിന്നെ ലെവൽസ് മാക്സിമം സ്റ്റോക്ക് ലെവല്, റീഓർഡറിംഗ് ലെവല്, മിനിമം സ്റ്റോക്ക് ലെവൽ അല്ലെങ്കിൽ ബഫർ സ്റ്റോക്ക്, പിന്നെ ഡേഞ്ചർ ലെവല്. പിന്നെ അതിൻ്റെ എല്ലാം ഇക്വേഷൻസ് പറഞ്ഞതും ഒന്ന് പഠിക്കുക. പുതുതായിട്ടായിരിക്കുമല്ലോ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലുമൊക്കെ വരാൻ ചാൻസ് ഉള്ളത്. മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻസിനേക്കാളും പുതിയത് വന്നാലും നമുക്ക് എഴുതാൻ സാധിക്കണം. അപ്പം അത് വേണ്ടിയിട്ട് ആ ഇക്വേഷൻസ് നോക്കി വെക്കുക, ലെവൽസ് നോക്കുക, പിന്നെ എന്താണ് ആ ABC അനാലിസിലെ ബഡ്ജറ്റും ഇൻവെൻട്രിയും കൂടാതെ മറ്റ് ഡിഫറൻസുകൾ, മിഡിൽ മാനേജ്മെൻറ്റ് ആരാണ്, ടോപ്പ് ഒഫീഷ്യൽസ് സ്ട്രിക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യേണ്ടത് A ഐറ്റംസ് ആണോ, B ആണോ, C ആണോ, അങ്ങനത്തെ പോയിന്റുകൾ നോക്കി വെക്കുക. ഇനി നമുക്ക് അടുത്ത ഇതിൽ തന്നെ വരുന്ന ഡ്രഗ് സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെന്റിൽ വരുന്ന ഒരു അടുത്ത ടോപ്പിക്കാണ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. ഇതൊന്നും കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നു. ആദ്യമേ എന്താണ് ഒരു ബാങ്ക് എന്നുള്ളൊരു ഡെഫിനേഷൻ. ഓക്കെ, ഇതൊന്നും എന്തായാലും ബാങ്ക് എന്താണെന്നൊന്നും എക്സാമിന് ചോദിക്കില്ല. കഴിഞ്ഞ എക്സാമിന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബാങ്കിൽ നിന്നാണ് ചോദ്യം ചോദിച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം. എ ബാങ്ക് ഈസ് എ കോംപ്രഹെൻസീവ് ടേം ഫോർ എ നമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാരിങ് ഓൺ സർട്ടൺ കൈൻഡ് ഓഫ് ഫിനാൻഷ്യൽ ബിസിനസ് ഡീലിംഗ് ഇൻ മണി. ഇനി പലതരത്തിലുള്ള ബാങ്കുകളുണ്ട്. ഒന്നാമത്തെ നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണെന്ന് നോക്കാം. എ ബാങ്ക് വിച്ച് അക്സെപ്റ്റ് ദ ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആൻഡ് അലൗ ദ വിഡ്രോവൽ ഓഫ് മണി ബൈ ചെക്ക് ബൈ എനി അതർ മീൻ ഈസ് എ കൊമേഴ്ഷ്യൽ ബാങ്ക്. എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്? ആളുകളിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ത് ചെയ്യുന്നു, ഡിമാൻഡ് ചെയ്യുന്നു. എന്നിട്ട് അവർക്ക് ആവശ്യമുള്ളപ്പോൾ ആ മണി എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ചെക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലോ വഴി അത് എന്ത് ചെയ്യാൻ പറ്റും, അവർക്കത് വിഡ്രോ ചെയ്യാൻ സാധിക്കും. ഇതാണ് ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. ഇനി സേവിങ്സ് ബാങ്ക് എന്താന്ന് നോക്കാം. എ ബാങ്ക് ദാറ്റ് റിസീവ് സേവിംഗ് അക്കൗണ്ട് ഓൺലി ആൻഡ് പേ ഇൻട്രസ്റ്റ് ടു ഇറ്റ് ഡെപ്പോസിറ്റേഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്. എന്താണ്, ആളുകളിൽ നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിച്ച് അതിന്മേലുള്ളൊരു ഇൻട്രസ്റ്റ് അവർക്ക് എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് സേവിങ്സ് ബാങ്ക്. അടുത്ത ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത് കൂടുതലും കൃഷിക്കാർക്ക് അവരുടെ കൃഷിയുടെ ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ലോൺ കൊടുക്കുന്ന ബാങ്കുകളാണ് ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന് വേറെ പേര് വിളിക്കുന്നുണ്ട്, മോർട്ട്ഗേജ് ബാങ്ക് എന്ന് വിളിക്കും. അടുത്ത കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. ഓർഗനൈസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ, കളക്ട് ക്യാപിറ്റൽ ബൈ സെല്ലിംഗ് ഷെയർ ടു ദ പബ്ലിക് ആൻഡ് അക്സെപ്റ്റിംഗ് ദ ഡെപ്പോസിറ്റ് ഫ്രം ദർ മെമ്പേഴ്സ് ആൻഡ് അതേഴ്സ്. കോപ്പറേറ്റീവ് ബാങ്ക് വേറൊരു കൺസെപ്റ്റിലാണ്. കോപ്പറേറ്റീവ് ആക്ട് പ്രകാരമാണ് വർക്ക് ചെയ്യുന്നത്. അത് ഷെയർ പബ്ലിക്കിൽ ഷെയർ എന്ത് ചെയ്യും, അവർ വിൽക്കും. അതിൽ നിന്നുള്ള അത് ഡെപ്പോസിറ്റ് ആയിട്ട് അവർ എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇതാണ് എന്ത്, കോപ്പറേറ്റീവ് ബാങ്ക്. അടുത്തത് ഇൻഡസ്ട്രിയൽ ബാങ്ക്. എന്താ പേരിൽ തന്നെ ഉണ്ട്, വ്യവസായത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നതാണ്. ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് കൃഷിക്കാർക്കും കൃഷി ആവശ്യത്തിനും വേണ്ടിയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ ബാങ്ക് എന്താണ്, ബാങ്ക് പ്രൊവൈഡ് മീഡിയം ആൻഡ് ലോങ് ടേം ഇൻഡസ്ട്രിയൽ കൺസേൺസ്. വ്യാവസായികപരമായിട്ട് ലോങ് ടേമും അതേപോലെ തന്നെ മീഡിയം ടേം ലോണിന് കൊടുക്കുന്ന ബാങ്കുകളാണ് പ്രധാനമായിട്ടും ഇൻഡസ്ട്രിയൽ ബാങ്ക് എന്ന് പറയുന്നത്. അടുത്തത് എക്സ്ചേഞ്ച് ബാങ്ക്. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശ കറൻസികളുണ്ടല്ലോ, അവയുടെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണ് എക്സ്ചേഞ്ച് ബാങ്കിൽ കൂടുതലായിട്ട് നടക്കുന്നത്. ആൻഡ് പ്രൊവൈഡിങ് ഫിനാൻസ് ടു ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ട്രേഡ്, അതായത് ഇറക്കുമതിക്കും കയറ്റുമതിക്കും ആവശ്യമായിട്ടുള്ള ഫിനാൻസുകൾ കൊടുക്കുക. ഫോറിൻ കറൻസികളുടെ അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണ് മെയിൻലി ഈ എക്സ്ചേഞ്ച് ബാങ്കിൽ നടക്കുന്നത്. അടുത്തത് മിക്സഡ് ബാങ്ക്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. മിക്സഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ എന്തിൻ്റെയൊക്കെ കോമ്പിനേഷൻ ആണെന്ന്. എന്താണ് മിക്സഡ് ബാങ്ക് എന്ന് പറയുന്നത്? എ മിക്സ്ചർ ഓഫ് കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ബാങ്കിന്റെ ഒരു മിശ്രിതമാണ് എന്ത്, മിക്സഡ് ബാങ്ക് എന്ന് പറയുന്നത്. ദാറ്റ് വിൽ പ്രൊവൈഡ് ഷോർട്ട് ടേം ഫിനാൻസ്. ഇതും കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് എക്സിം ബാങ്ക് എന്നുള്ളത്? എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ, അതാണ് എക്സിം ബാങ്ക്. ഇത് 1 ജാനുവരി 1982 എസ്റ്റാബ്ലിഷ് ചെയ്തത് ഫോർ ഇന്റേണൽ ട്രേഡ് ആൻഡ് കൊമേഴ്സ്. ഇത് ഇന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ ബാങ്കിങ്ങിൽ നിന്നും ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് മിക്സഡ് ബാങ്ക്? എന്താണ് മിക്സഡ് ബാങ്ക്? മിക്സ്ചർ ഓഫ് എ കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ബാങ്ക്. എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ എക്സിം ബാങ്ക് ഫോർ ദി ഇന്റേണൽ ട്രേഡ് ആൻഡ് കൊമേഴ്സ്. ഓക്കെ, ഇനി അടുത്തത് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് എന്നായിരുന്നു നമ്മുടെ ടോപ്പിക്ക്. ബാങ്കിങ് ഇത്രേ ഉള്ളൂ, പല ടൈപ്പ് ഓഫ് ബാങ്കും അതിന്റെ ഫങ്ഷൻസും. അടുത്ത ഫിനാൻസ് ആണ്. ഫിനാൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ദി പ്രൊവിഷൻ ഓഫ് മണി അറ്റ് എനി ടൈം വെൻ ദ ബിസിനസ് റിക്വയർ ഇറ്റ്. ഒരു ബിസിനസ് നമുക്ക് തുടങ്ങുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള അതിന്റെ ഫിനാൻസ് മണി കിട്ടാനായിട്ട് നമുക്ക് കിട്ടുന്ന പ്രൊവിഷൻ. ഓക്കെ,
The purpose of the financial planning is to ensure the adequate funds are available to the business firm for its proper utilization and administration. ഒരു ബിസിനസിന്റെ ശരിയായ യൂട്ടിലൈസേഷനും അഡ്മിനിസ്ട്രേഷനും ആവശ്യമായിട്ടുള്ള ഫണ്ട് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഫിനാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആസ്പെക്ട് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിംഗ്. The amount of capital to be raised for the smooth running of business. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണ്? കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്താൽ അതുകൊണ്ടുണ്ടാകുന്ന ഗുണം. ഒന്ന്, സ്മൂത്ത് ആയിട്ട് നമ്മുടെ ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റും? റൺ ചെയ്യാൻ പറ്റും. രണ്ട്, ഡിറ്റർമൈനിങ് ദ ഫോംസ് ആൻഡ് പ്രൊപ്പോർഷണേറ്റ് എമൗണ്ട് ഓഫ് സർവീസസ് ടു ബി റൈസ്ഡ്. നമുക്ക് എന്തൊക്കെ സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഒരു എമൗണ്ട് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ബിൽഡ് ചെയ്യേണ്ടി വരും. അത് പിന്നെ ലൈങ് ഡൗൺ ദ എഫക്റ്റീവ് പോളിസി ഫോർ ദ പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി ഫിനാൻഷ്യൽ പ്ലാനിങ്. കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് നടക്കണമെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന പോളിസീസും എന്ത് ചെയ്യണം? നടക്കണം. എന്നാൽ മാത്രമേ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്താകത്തുള്ളൂ? സക്സസ് ആകത്തുള്ളൂ. ഇനി ടൈപ്പ് ഓഫ് ഫിനാൻസ്. ഇതിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. എന്തൊക്കെയാണ് ടൈപ്പ് ഓഫ് ഫിനാൻസുകൾ എന്നുള്ളത്. ഫിക്സഡ് ക്യാപിറ്റൽ ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്. എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ? അതായത് ഇൻവെസ്റ്റഡ് ഇൻ ദ പെർമനന്റ് അസറ്റ് സച്ച് എസ് ലാൻഡ് ആൻഡ് ബിൽഡിങ്. നമ്മൾ പെർമനന്റ് ആണ്, അതിൽ ഇനി നമ്മൾ ഓൾറെഡി മുടക്കി കഴിഞ്ഞു. ഒരു പെർമനന്റ് ആയിട്ട് നമ്മൾ ചില ഇപ്പം എന്താണ് ലാൻഡിൽ, വസ്തുവിൽ അല്ലെങ്കിൽ ബിൽഡിങ്, ഇതിനൊക്കെ നമ്മൾ പൈസ ഓൾറെഡി മുടക്കി നമ്മൾ ഇത്ര സെന്റ് സ്ഥലം വാങ്ങിച്ച് അല്ലെങ്കിൽ ഒരു വലിയ കെട്ടിടം വാങ്ങിച്ച് പണിത് നമ്മൾ അവിടെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ മുടക്കിയ ആ ഒരു മുതൽ മുടക്കിനെ നമ്മൾ എന്ത് വിളിക്കും? ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കും. ഇനി അടുത്ത വർക്കിംഗ് ക്യാപിറ്റൽ വേറെയാണ്. വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്നാണ് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചത്. റിക്വയർഡ് ഫോർ ദ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ. ഒരു ലാൻഡും ഒരു കെട്ടിടവും വാങ്ങിച്ചിട്ടാൽ മാത്രം പോരല്ലോ, അതിലേക്ക് നമ്മുടെ മാനുഫാക്ചറിങ് പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണം. പിന്നെ ഫോർ മീറ്റിംഗ് ഡേ ടു ഡേ എക്സ്പെൻസ് സച്ച് എസ് വേജസ്. അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ശമ്പളവും വേതനവും ഒക്കെ കൊടുക്കണം. റെന്റ് കൊടുക്കണം. ഇനി വാടക കെട്ടിടമാണെങ്കിൽ അതിനൊരു വാടക കൊടുക്കണം. ടാക്സ് വരും. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റുകൾ കൊടുക്കണം. ഇതൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ വരേണ്ടത്. വർക്കിംഗ് ക്യാപിറ്റലിന് വേറൊരു പേരും കൂടെ വിളിക്കും, സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കും. ഓക്കെ, അതായത് ഇങ്ങനെ അതെന്താണ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റേ പെർമനന്റ് പോലെ അവിടെ അതെന്താണല്ല, നമ്മൾ ആ ഒരു മെഷീനറി വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഒരു ലാൻഡ് വാങ്ങിക്കാനോ നമ്മൾ മുടക്കിയ അതേപോലല്ല. വർക്കിംഗ് ക്യാപിറ്റൽ അഥവാ സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടുന്ന പൈസകളാണ്. അതിൽ എന്തൊക്കെ പെടും? ഡേ ടു ഡേ എക്സ്പെൻസുകളായ വേജ്, സാലറി, റെന്റ്, ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ്. And working capital is recovered and reinvested repeatedly during the lifetime of business. Working capital എന്ന് പറയുന്നത് എന്ത് ചെയ്യേണ്ടി വരും? റിക്കവർ ചെയ്യും, പിന്നെ റീഇൻവെസ്റ്റ് ചെയ്യും. നമ്മൾ മുടക്കും, തിരിച്ചു കിട്ടും, വീണ്ടും നമ്മൾ അതിലിടേണ്ടി വരും. അങ്ങനെ എപ്പോഴും അത് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കും, സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മറ്റേ ഫിക്സഡ് ക്യാപിറ്റൽ പോലെ വൺസ് ഇട്ട് കഴിഞ്ഞാൽ അവിടുത്തെ അങ്ങനെയല്ല. ഇതിൽ മുടക്കുന്ന പൈസ നമുക്ക് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, കിട്ടും, അത് വീണ്ടും അതിനകത്ത് തന്നെ ഇടേണ്ടി വരും. അങ്ങനെ വരുന്ന ക്യാപിറ്റലാണ് എന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ അഥവാ സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി പെർമനന്റ് ഓർ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് നോക്കാം. ടു മെയിൻറ്റെയിൻ സർട്ടൺ മിനിമം ലെവൽ ഓഫ് സ്റ്റോക്ക്. ഇപ്പം വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ എന്താന്ന് വെച്ചാൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡേ ടു ഡേ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്യാപിറ്റലാന്ന് പറഞ്ഞു. അതിൽ തന്നെ പെർമനന്റ് ആക്കി വെക്കേണ്ടതും ഉണ്ട്, വേരിയബിളും ഉണ്ട്. അതായത് ചിലത് നമുക്ക് പെർമനന്റ് ആണ്, ആ ഒരു ചെലവ് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് നമ്മൾ സ്വരൂപിച്ച് വെച്ചേ പറ്റുള്ളൂ. അതെന്തൊക്കെയാന്ന് വെച്ചാൽ ഒരു മിനിമം ലെവൽ ഓഫ് സ്റ്റോക്ക് എപ്പോഴും നമ്മൾ എടുത്തു വെക്കണം. കൂടുതലല്ലേലും ഒരു മിനിമം ലെവൽ എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. ആ മിനിമം ലെവൽ ഓഫ് സ്റ്റോക്ക് എടുത്തു വെക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട്. പിന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് ടു പേ റെഗുലർ എക്സ്പെൻസസ് ലൈക്ക് വേജസ്, സാലറി, റെന്റ്, ഇൻട്രസ്റ്റ് എക്സെട്ര. ഇപ്പൊ ഇത്രയും പറഞ്ഞ ചെലവുകൾ ഫിക്സഡ് ആണ്, അതിൽ എപ്പോഴും നമുക്ക് വന്നുകൊണ്ടിരിക്കും, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അതിനുള്ള തുക നമ്മൾ ഫിക്സഡ് ആണ്, എപ്പോഴും മാറ്റി വെച്ച് തന്നെ ഇരിക്കണം. ഇറ്റ് ഈസ് നീഡഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഇൻസ്റ്റാൾമെന്റ് ഓഫ് എ ന്യൂ ബിസിനസ്. ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വസ്തു വാങ്ങിച്ചു, ബിൽഡിംഗ് വാങ്ങിച്ചു, മെഷീനറീസ് എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ പറഞ്ഞ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റലിനുള്ള തുകയും നമ്മൾ കണ്ടെത്തണം. കാരണം അത് നമുക്ക് എപ്പോഴും വേണ്ടുന്നതാണ്. ഒരു മിനിമം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്കുള്ള ശമ്പളവും അതുപോലെ ടാക്സും ഇൻട്രസ്റ്റും ഒക്കെ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള മണിയാണ് ഈ റിവോൾവിംഗ്
പെർമനന്റ് ക്യാപിറ്റൽ, ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ. അതേസമയം വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ദ എമൗണ്ട് ഓഫ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ ഡിപ്പെൻഡ്സ് അപ്പോൺ എ പർട്ടിക്കുലർ പർപ്പസ്. എക്സാമ്പിൾ, സഡൻ ഇൻക്രീസ് ഓഫ് ബിസിനസ് ഇൻ നീഡഡ് ദെൻ മോർ വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് നീഡഡ്, വർക്കിംഗ് ക്യാപിറ്റൽ ക്യാൻ ബി റേസ്ഡ് ഫ്രം. അതായത് സ്ഥിരമുള്ള ചെലവുകൾ എന്നല്ല, പെട്ടെന്ന് നമുക്ക് ചിലപ്പം നമ്മൾ മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരുന്ന മരുന്നിന് കുറച്ച് ഡിമാൻഡ് കൂടി, അപ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് വീണ്ടും അഡീഷണൽ മാനുഫാക്ചറിങ് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ആണ് നമ്മളിപ്പം മുടക്കുന്ന കയ്യിൽ മുടക്കിക്കൊണ്ടിരുന്ന എമൗണ്ടിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ഇല്ലേ. അപ്പം നമുക്ക് എവിടെ നിന്നൊക്കെ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും, അതാണ് ഇനി അടുത്ത പറയാൻ പോണത്. ഇഷ്യൂ ഓഫ് ഷെയർ, നമ്മുടെ ഇതിൽ ഉള്ള ഷെയർ നമുക്ക് പുറത്ത് വിൽക്കാം, ഇഷ്യൂ ഓഫ് ഷെയർ, അല്ലെങ്കിൽ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്, കടപ്പത്രം ഇറക്കുക എന്ന് പറയാം. ആൻഡ് പ്ലവിംഗ് ബാക്ക് ഇറ്റ്സ് ഓൺ പ്രോഫിറ്റ്, നമുക്ക് ഇപ്പം ഇതിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റിന് നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചിടാൻ നോക്കാം. പബ്ലിക് ഡെപ്പോസിറ്റ് സ്വീകരിക്കാം, കൊമേഴ്ഷ്യൽ ബാങ്കുകളെ ആശ്രയിക്കാം, അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും നമുക്ക് ഈ ഒരു ക്യാപിറ്റൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ക്ലിയർ ആയോ? നമുക്ക് ഫിനാൻസ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഫിനാൻസ് ടോപ്പിക്കിൽ നമുക്ക് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. ഫിക്സഡ് ക്യാപിറ്റലും ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണ്, നമുക്ക് ചില ഫിക്സഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഫിക്സഡ് അസറ്റുകൾ ഉണ്ടല്ലോ, അതായത് ലാൻഡ്, ബിൽഡിംഗ് പോലുള്ളവയിൽ നമ്മൾ മുടക്കിയ കാശുകളാണ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന്, അതായത് ജോലിക്കാർക്കുള്ള ശമ്പളം, അതേപോലെ തന്നെ റെന്റ്, ടാക്സ്, ഇൻട്രസ്റ്റ് ഒക്കെ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പൈസയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ വേറൊരു പേര് വിളിക്കും, സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ എന്നും വിളിക്കും. അത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. പെർമനന്റ് അല്ലെങ്കിൽ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ട്, വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ട്. പെർമനന്റ് അല്ലെങ്കിൽ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അതും നമുക്ക് മിനിമം ലെവൽ ഓഫ് ഗുഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഫിനിഷ്ഡ് മെറ്റീരിയൽസ് വാങ്ങിച്ചു വെക്കാൻ വേണ്ടുന്ന പൈസ, സാലറി, വേജും ഒക്കെ നമുക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തതാണ്. അതിനുള്ള ചിലവ് എപ്പോഴും കരുതിയിരിക്കണം. വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലാണ് പെട്ടെന്ന് സഡൻ ആയിട്ടുണ്ടാകുന്ന ചില അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചിലവുകളാണ്. അത് നമുക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ചിലവാക്കാം, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ക്യാപിറ്റൽ നമുക്ക് എവിടെ നിന്നൊക്കെ റൈസ് ചെയ്യാൻ സാധിക്കും. ഇഷ്യൂ ഓഫ് ഷെയർ, ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്, പ്ലവിംഗ് ബാക്ക് ഇറ്റ്സ് ഓൺ പ്രോഫിറ്റ്, പബ്ലിക് ഡെപ്പോസിറ്റ്, കൊമേഴ്ഷ്യൽ ബാങ്ക് ആൻഡ് സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ. ഇനി നമുക്ക് ഈ ഫിനാൻസിന്റെ സോഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഓൺഡ് ക്യാപിറ്റൽ, നമുക്ക് സ്വന്തം മുതൽ മുടക്ക്. കോൺട്രിബ്യൂട്ടഡ് ബൈ ദ ഓണർ റിമെയിൻസ് കണ്ടിന്യൂസ് ടിൽ ദ ബിസിനസ് കണ്ടിന്യൂസ്. നമ്മുടെ സ്വന്തം മുതൽ മുടക്കാണ്, നമ്മൾ വേറെ ആരുടെ നിന്ന് ഫിനാൻസ് ഒന്നും വാങ്ങിക്കാതെ നമ്മുടെ ഓൺ ക്യാപിറ്റലാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ലോൺ ക്യാപിറ്റൽ, നമ്മൾ ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്ത ലോൺ ആയിരിക്കാം. റേസ്ഡ് ഫ്രം എ ബാങ്ക് or a financial institution within a stipulated period against from the mortgage or pledge of a property. ഏതെങ്കിലും ഒരു വസ്തു നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, ബാങ്കിന് പണയം വെച്ച് നമ്മൾ എടുത്തിരിക്കുന്ന പൈസയിൽ നമുക്ക് എന്ത് ചെയ്യാനായി സാധിക്കാൻ പറ്റും, അതിന്റെ അങ്ങനെയുള്ള ക്യാപിറ്റലാണ് നമ്മൾ ലോൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. 2 ടൈപ്പ് ക്യാപിറ്റൽ ഉണ്ട്. മുതൽ മുടക്ക് 2 രീതിയിലുണ്ട്. അവന് സ്വന്തം കാശ്, നമ്മുടെ വേറെ എവിടെ നിന്ന് നമ്മൾ ഫിനാൻഷ്യൽ സഹായങ്ങളൊന്നും ആരിൽ നിന്ന് സ്വീകരിക്കാതെ നമ്മുടെ സ്വന്തം കയ്യിൽ നിന്ന് നമ്മളെടുത്ത് മുടക്കുന്ന കാശുമുണ്ട്. അതോ അല്ലെങ്കിൽ ലോൺ ക്യാപിറ്റലും ഉണ്ട്. അപ്പം ഇത്രയാണ് നമ്മുടെ ബാങ്കിങ് ആൻഡ് ഫിനാൻസിൽ വരുന്ന ടോപ്പിക്കുകൾ. അപ്പം ഇതിൽ പ്രധാനമായിട്ടും ആ ടൈപ്പ് ഓഫ് ബാങ്കും പിന്നെ ഈ ടൈപ്പ് ഓഫ് ക്യാപിറ്റലും, ഫിക്സഡും പെർമനൻറ്റും വർക്കിങ്ങും ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. വർക്കിംഗ് ക്യാപിറ്റലിൽ തന്നെ ഏതൊക്കെ ടൈപ്പ് ഉണ്ടായിരുന്നു, നമുക്ക് സ്ഥിരമായിട്ട് നമ്മളിൽ ഉള്ള ചില ചിലവുകളുണ്ട്. ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റലും പിന്നെ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലും. പിന്നെ നമുക്ക് എങ്ങനെയൊക്കെ 2 തരത്തിലുള്ള അല്ലാതുള്ള ക്യാപിറ്റലുകൾ എന്തൊക്കെയാണ്, ഓൺ ക്യാപിറ്റൽ ആൻഡ് ലോൺ ക്യാപിറ്റൽ. അപ്പം ഇത്രയാണ് ഡ്രഗ് സ്റ്റോർ ബിസിനസ് മാനേജ്മെന്റിൽ വരുന്ന ടോപ്പിക്കുകൾ, ഇൻവെന്ററി കൺട്രോളും ബാങ്കിങ് ആൻഡ് ഫിനാൻസും.